എഡിറ്റേഴ്സ് അവർ ആരംഭിക്കുന്നു. ആദ്യം പ്രധാന വാർത്തകൾ. നടിയെ ആക്രമിച്ച കേസിൽ ദിലീപ് 14 ദിവസത്തേക്ക് റിമാൻഡിൽ. ചുമത്തിയിരിക്കുന്നത് ലൈംഗികാതിക്രമം ഉൾപ്പെടെയുള്ള കുറ്റങ്ങൾ. 19 തെളിവുകൾ കണ്ടെത്തി. ഗൂഢാലോചന 2 ഘട്ടങ്ങളിലായി. നടിയുടെ ചിത്രങ്ങൾ എത്തിക്കാൻ ദിലീപ് ആവശ്യപ്പെട്ടെന്ന് റിമാൻഡ് റിപ്പോർട്ട്. നിരപരാധിയെന്ന് അവകാശപ്പെട്ട് ദിലീപ്. ജയിലിനുള്ളിൽ പാർപ്പിച്ചിരിക്കുന്നത് 5 തടവുകാർക്കൊപ്പം. ഭക്ഷണം നിരസിച്ചും പൊട്ടിക്കരഞ്ഞും വൈകാരിക പ്രതികരണങ്ങൾ. കൂവി വിളിച്ച് ജനക്കൂട്ടം. ദിലീപിന്റെ ജാമ്യാപേക്ഷ നാളെ പരിഗണിക്കും. അമ്മയിൽ നിന്ന് ദിലീപിനെ പുറത്താക്കി. നിർണായകമായത് പൃഥ്വിരാജ് അടക്കമുള്ള യുവതാരങ്ങളുടെയും മോഹൻലാലിന്റെയും നിലപാട്. കഴിഞ്ഞ യോഗങ്ങളിൽ ഉണ്ടായ സംഭവങ്ങളിൽ ഖേദം പ്രകടിപ്പിച്ച് മമ്മൂട്ടി. പൊതുയോഗത്തിൽ ഉണ്ടായ ചില സംഭവങ്ങൾ ചിലതൊക്കെ ഒരുപക്ഷെ പലർക്കും വിഷവും വേദനയും ഉണ്ടാക്കിയിട്ടുണ്ടാവാം. അതൊന്നും അങ്ങനെ എതിർച്ചയാ സംഭവിച്ചു പോയതാണെന്നും അങ്ങനെ ഉണ്ടായതിൽ ഞങ്ങൾക്കുള്ള അതിയായ ഖേദം ഇവിടെ രേഖപ്പെടുത്തുകയും ചെയ്യുന്നു. പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷനും ഫെഫ്കയും തിയേറ്റർ സംഘടനയും ദിലീപിനെ പുറത്താക്കി. കുറ്റവാളികൾ ആരായാലും പിടിക്കപ്പെടുമെന്ന് പ്രഖ്യാപിച്ചു മുഖ്യമന്ത്രി. അറസ്റ്റ് 5 മാസം വൈകിപ്പിച്ചത് മുഖ്യമന്ത്രിയുടെ നിലപാട്. എം ഹസൻ. ദിലീപ് കേരളത്തിന് അപമാനമെന്ന് രമേശ് ചെന്നിത്തല. അമ്മ തിരിച്ചുവിടുന്നതാണ് നല്ലതെന്ന് VS. ദിലീപിനെ തള്ളിപ്പറഞ്ഞ് മുകേഷും ഗണേഷും. ഇറച്ചിക്കോഴി വ്യാപാരികൾ സമരം അവസാനിപ്പിച്ചു. കിലോയ്ക്ക് 87 രൂപയ്ക്ക് വിൽക്കും. GSTയിൽ പ്രതിഷേധിച്ച് വ്യാപാരി വ്യവസായ ഏകോപന സമിതി കടകളടച്ച് സമരം നടത്തി. ദിവസേന വില നിശ്ചയിക്കുന്നതിൽ പ്രതിഷേധിച്ച് പെട്രോൾ പമ്പുകളും അടച്ചിട്ടിരിക്കുന്നു. നടിയെ തട്ടിക്കൊണ്ടുപോയി ആക്രമിച്ച കേസിൽ നടൻ ദിലീപിനെ അങ്കമാലി ജുഡീഷ്യൽ 1ാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി 14 ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തു. ദിലീപിനെതിരെ ലൈംഗികാതിക്രമവും IT ആക്ടും ഉൾപ്പെടെ 11 വകുപ്പുകൾ പോലീസ് ചുമത്തിയിട്ടുണ്ട്. താൻ തെറ്റു ചെയ്തിട്ടില്ലെന്നും ഭയക്കുന്നില്ലെന്നും ദിലീപ് പ്രതികരിച്ചു. ദിലീപിന്റെ അഭിഭാഷകൻ സമർപ്പിച്ച ജാമ്യാപേക്ഷ നാളെ കോടതി പരിഗണിക്കും. കേസിൽ ദിലീപ് ഇപ്പോൾ 11ാം പ്രതിയാണെങ്കിലും അനുബന്ധ കുറ്റപത്രത്തിൽ ദിലീപ് 2ാം പ്രതിയാകും. നടിയെ തട്ടിക്കൊണ്ടുപോയി ആക്രമിച്ച കേസിൽ പിടിയിലായ നടൻ ദിലീപിനെ രാവിലെ 6:30ഓടെയാണ് ആലുവ പോലീസ് ക്ലബ്ബിൽ നിന്നും അങ്കമാലി ജുഡീഷ്യൽ 1ാം ക്ലാസ് മജിസ്ട്രേറ്റിന്റെ വീട്ടിലേക്ക് കൊണ്ടുപോയത്. 6:30ഓടെ പോലീസ് സംഘം ദിലീപുമായി മജിസ്ട്രേറ്റിന്റെ വീട്ടിലെത്തി. തുടർന്ന് ദിലീപിനെ മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരാക്കിയ പോലീസ് റിമാൻഡ് റിപ്പോർട്ടും സമർപ്പിച്ചു. ദിലീപിനെതിരെ ലൈംഗികാതിക്രമം ഉൾപ്പെടെ 11 വകുപ്പുകളാണ് ചുമത്തിയിരിക്കുന്നത്. ഇന്ത്യൻ ശിക്ഷാ നിയമത്തിലെ ക്രിമിനൽ ഗൂഢാലോചന, അന്യായമായി തടങ്കൽ വെക്കൽ, സ്ത്രീയെ തട്ടിക്കൊണ്ടുപോകൽ, വിശ്വാസവഞ്ചന, തല്ലുമെന്ന് ഭീഷണിപ്പെടുത്തൽ, പ്രതിയെ സംരക്ഷിക്കൽ, കുറ്റകൃത്യം ചെയ്യാൻ സംഘടിക്കൽ, തെളിവ് നശിപ്പിക്കൽ എന്നീ കുറ്റങ്ങളും ചുമത്തിയിട്ടുണ്ട്. ഇതിനു പുറമെ IT ആക്ടും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ദിലീപിനെ 14 ദിവസത്തേക്ക് മജിസ്ട്രേറ്റ് റിമാൻഡ് ചെയ്തു. താൻ തെറ്റ് ചെയ്തിട്ടില്ലെന്നും ഭയക്കേണ്ടതില്ലെന്നും ദിലീപ് പിന്നീട് മാധ്യമങ്ങളോട് പ്രതികരിച്ചു. അതേസമയം ദിലീപിനെതിരെ പോലീസ് ചുമത്തിയിരിക്കുന്ന ഗൂഢാലോചന കെട്ടിച്ചമച്ചതാണെന്നും ദിലീപിന്റെ ജാമ്യാപേക്ഷ ഇന്ന് സമർപ്പിച്ചതായും അഭിഭാഷകൻ രാംകുമാർ പറഞ്ഞു. തെളിവ് ഉണ്ടാക്കാതെ, കൃത്രിമമായിട്ടുണ്ടാക്കാതെ ഇതുപോലെ ഒരാളെ അറസ്റ്റ് ചെയ്യോ? 120 മാത്രമാണ് ദിലീപിനെ സംബന്ധിച്ചുള്ളത്. തുടർന്ന് 7:45ഓടെ പോലീസ് സംഘം ദിലീപിനെ ആലുവ സബ് ജയിലിലെത്തിച്ചു. ദിലീപിനെ ജയിലിനകത്ത് കയറ്റുമ്പോൾ ചുറ്റും കൂടിയുന്നവർ കൂകി വിളിച്ചു. ദിലീപിന്റെ ജാമ്യാപേക്ഷ നാളെ കോടതി പരിഗണിക്കും. കേസിൽ ദിലീപ് ഇപ്പോൾ 11ാം പ്രതിയാണ്. അനുബന്ധ കുറ്റപത്രം സമർപ്പിക്കുമ്പോൾ ദിലീപായിരിക്കും 2ാം പ്രതി. ദിലീപിനെ കസ്റ്റഡിയിൽ വിട്ടുകിട്ടണമെന്നാവശ്യപ്പെട്ട് പോലീസ് ഉടൻ അപേക്ഷ സമർപ്പിക്കും. കേസിൽ സിനിമാ മേഖലയിലെ കൂടുതൽ പേരെ അന്വേഷണ സംഘം ചോദ്യം ചെയ്യും. നടി കാവ്യമാധവനെയും അമ്മയെയും ചോദ്യം ചെയ്യാനും പോലീസ് തീരുമാനിച്ചിട്ടുണ്ട്. ഒടുവിൽ തിരക്കഥകളെല്ലാം പൊളിഞ്ഞപ്പോൾ ജനപ്രിയ നായകൻ കേരളത്തെ ഞെട്ടിച്ച് വില്ലനായി മാറി. ദിലീപിന്റെ ഇനിയുള്ള നാളുകൾ ആലുവ സബ് ജയിലിൽ. ക്യാമറമാൻ ആഷ്ലിയോടൊപ്പം സഹിൻ ആന്റണി, റിപ്പോർട്ടർ, കൊച്ചി. ഈ വിഷയത്തിൽ ശ്രീ പന്തളം സുധാകരൻ, ശ്രീ A. റഹീം, ശ്രീ VV രാജേഷ്, സജി നന്ദ്യാട്ട് തുടങ്ങി നിരവധി പേർ പങ്കെടുക്കുന്നു. ആദ്യം ശ്രീ പന്തളം സുധാകരൻ, കുറ്റവാളി എത്ര ഉന്നതനായാലും നിയമത്തിന്റെ വഴിക്ക് പോകുമെന്ന വിശ്വാസം ഈ നാട്ടിലെ ജനങ്ങൾക്ക് നൽകുന്നതല്ലേ ഈ കഴിഞ്ഞ ദിവസങ്ങളിലെ പോലീസിന്റെ നടപടികൾ? ഒരു 5 മാസം മുമ്പ് ഈ അഭിലാഷ് പറഞ്ഞതിൽ ഒരു സംശയമുണ്ടായിരുന്നു. കാരണം ഈ അമ്മയുടെ പ്രസിഡന്റ് MP കൂടിയായ ഇന്നസെന്റും അദ്ദേഹത്തിന്റെ മറ്റൊരു സഹപ്രവർത്തകൻ MLA ആയ മുകേഷും മറ്റൊരു സഹപ്രവർത്തകൻ ശ്രീ ഗണേഷും കൂടി ഈ മുഖ്യമന്ത്രിയുടെ കയ്യും കാലും കെട്ടിയിട്ടിരുന്നു എന്നുള്ളതാണ് സത്യം. അതുകൊണ്ടാണ് മുഖ്യമന്ത്രി പറഞ്ഞത്, ആഭ്യന്തരമന്ത്രി കൂടിയായ മുഖ്യമന്ത്രി പറഞ്ഞത്, ഈ കേസിൽ ഇതൊരു ഗൂഢാലോചന ഇല്ല എന്ന് പറഞ്ഞു. ആ ഗൂഢാലോചന ഇല്ല എന്ന് പറയുന്നത് പോലീസ് ഉദ്യോഗസ്ഥന്മാർക്ക് ഒരു സൗകര്യം ഉണ്ടാക്കി കൊടുക്കുന്നതിന് വേണ്ടിയാണ്. അങ്ങനെ വന്ന് സത്യം പറഞ്ഞാൽ കണ്ണിലെണ്ണയൊഴിച്ച് ഈ രാജ്യത്തെ മാധ്യമങ്ങളും സോഷ്യൽ മീഡിയയും
മറ്റ് മറ്റെല്ലാവരും ഒരേപോലെ ശ്രദ്ധിച്ച് അത് ഫോളോ ചെയ്തതിന്റെ അടിസ്ഥാനത്തിലാണ് ഇന്നലെ 6:30 മലയാളികൾ മുഴുവൻ ലജ്ജിച്ച് തല താഴ്ത്തുന്ന തരത്തിൽ ദിലീപിന്റെ ക്രിമിനൽ ഗണേഷ് കുമാർ MLA കൂടിയായ KB ഗണേഷ് കുമാർ നേരത്തെ വിശദീകരിച്ച ഒരു കാര്യമുണ്ട്. അവര് സ്വാധീനിച്ചു എന്നല്ല, ഇനി ആർക്കെങ്കിലും സ്വാധീനിക്കാൻ കഴിയുമായിരുന്നുവെങ്കിൽ ആ സ്വാധീനം നടക്കുമല്ലോ. അങ്ങനെ സ്വാധീനം നടക്കില്ല എന്നല്ലേ തെളിഞ്ഞത്? ആർക്കെങ്കിലും മുഖ്യമന്ത്രിയുടെ കയ്യോ കാലോ കെട്ടാൻ കഴിയുമായിരുന്നുവെങ്കിൽ ഇത്ര പ്രമാദമായ ഒരു അറസ്റ്റ് ഉണ്ടാകുമായിരുന്നോ? അതൊരു ചോദ്യമല്ലേ? അല്ല, 4-5 മാസം കെട്ടിയിരുന്നല്ലോ, 4-5 മാസം കെട്ടിയിരുന്നു. അവസാനം സെൻകുമാർ പറഞ്ഞു ദിനേശ് കശ്യപിന്റെ നേതൃത്വത്തിൽ വേണം ചോദ്യം ചെയ്യാൻ. അദ്ദേഹം വേറൊന്നുകൂടെ പറഞ്ഞില്ലേ, 10-13 മണിക്കൂർ ചോദ്യം ചെയ്ത ഗിന്നസ് ബുക്കിൽ വരാനാണോ എന്നൊക്കെ അദ്ദേഹം ചോദിച്ചതൊക്കെ മറക്കരുത്. മാത്രമല്ല, ഒരു കാര്യം ഗൗരവമായി ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. ഗണേശനെ ഞാൻ മാറ്റി നിർത്തുന്നു. മുകേഷും അതുപോലെ തന്നെ ഇന്നസെന്റും അതുപോലെ തന്നെ മുഖ്യമന്ത്രിയുടെ ഓഫീസുമായി വളരെ സ്വാധീനമുള്ള ഒരു പ്രമുഖ വ്യക്തിയും ചേർന്നുകൊണ്ട് മുഖ്യമന്ത്രിയുടെ ഇന്നലെ അദ്ദേഹത്തിന്റെ കാലിൽ വീണു. എങ്ങനെയെങ്കിലും ഈ ദിലീപിനെ അറസ്റ്റ് ചെയ്യാതെ സഹായിക്കണം, രക്ഷിക്കണം എന്ന് ഇന്നലെ പോലും പറഞ്ഞു. പക്ഷേ നമുക്ക് വളരെ സന്തോഷമുണ്ട്, മുഖ്യമന്ത്രി അതിൽ വീണില്ല. കാരണം വീഴാത്ത എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ കേരളത്തിലെ മുഴുവൻ ജനങ്ങളും ഈ ദിലീപ് കുറ്റക്കാരനാണ്, ഇതിന് ഉത്തരവാദിയാണെന്ന് വിശ്വസിക്കുന്നു. കാരണം അത്രമാത്രം ക്രൂരവും പൈശാചികമായ ഒരു നടപടിക്കല്ലേ ശ്രീ ദിലീപ് നേതൃത്വം നൽകിയത്. സംശയമില്ല, അദ്ദേഹത്തെ വളരെ നീചമായ ഹീനമായ കുറ്റകൃത്യം തന്നെയാണ് നടന്നിട്ടുള്ളത്. ശ്രീ വി രാജേഷ്, നിയമത്തിന്റെ വഴിക്കല്ലേ പോകുന്നത്? അതുകൊണ്ടല്ലേ കുറ്റവാളികൾ പിടിക്കപ്പെടുന്നത്? അഭിലാഷ്, നിയമം ചില സാഹചര്യങ്ങളിൽ മാധ്യമങ്ങളുടെയും പൊതുസമൂഹത്തിന്റെയും ഭാഗത്ത് നിന്ന് ശക്തമായ സമ്മർദ്ദം ഉണ്ടാകുന്ന സമയത്ത് നിയമത്തിന്റെ വഴിക്ക് പോകും. അല്ലായിരുന്നുവെങ്കിൽ ഒരുപക്ഷെ നിയമം രാഷ്ട്രീയ താല്പര്യങ്ങളുടെ വഴിക്ക് തന്നെ പോയേനെ. എന്തായാലും ഇക്കാര്യത്തിൽ സിനിമാ മേഖലയിൽ നിന്നും ഒരു ചെറിയ ശതമാനം ആൾക്കാരുടെ പിന്തുണ, അതോടൊപ്പം തന്നെ മാധ്യമങ്ങളുടെ മുഴുവനായുള്ള പിന്തുണ, പൊതുസമൂഹത്തിൽ ധാർമ്മികത പുലരണം എന്ന് ആഗ്രഹിക്കപ്പെടുന്ന കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായുള്ള ജനങ്ങളുടെ പിന്തുണ ഒക്കെ കൂടെ വന്നപ്പോഴേക്കും നിയമത്തിന്റെ വഴിക്ക് പോയേ മതിയാവുള്ളൂ എന്നുള്ള ഒരു അവസ്ഥ വന്നു. അതോടുകൂടി മലയാള സിനിമ ഒരിക്കൽ കൂടി ശുദ്ധീകരിക്കുവാനുള്ള ഒരു സാഹചര്യവും സംജാതമായി. ഇവിടെ ഞാൻ എന്റെ ചർച്ചയുടെ സമയത്ത് ഞാൻ തുടക്കത്തിൽ പറയാം, ഇത് പൂർത്തിയാകുന്നില്ല അഭിലാഷ്. മുകേഷിനെ ചോദ്യം ചെയ്യണം. ദിലീപ് ഈ സംഭവത്തിന് കൊട്ടേഷൻ കൊടുക്കുന്ന സമയം പൾസർ സുനി മുകേഷിന്റെ ഡ്രൈവറായിരുന്നു. പോലീസിന്റെ വെർഷനിലാണെങ്കിൽ 2013 കൊട്ടേഷൻ കൊടുത്ത സമയത്ത് അതിനുശേഷം ഒക്കെ തന്നെ പൾസർ സുനി മുകേഷിന്റെ ഡ്രൈവറായിരുന്നു. മുകേഷിനെ ചോദ്യം ചെയ്യുമായിരിക്കും. മുകേഷിനെ ചോദ്യം ചെയ്യില്ല എന്ന് നമുക്ക് മുൻകൂട്ടി പറയാൻ സാധിക്കില്ലല്ലോ. പോലീസ് ഇപ്പോൾ മറ്റാരും പോകാത്ത വഴികളിലൂടെ പോകുന്നുണ്ട്. താങ്കൾ സൂചിപ്പിച്ചതുപോലെ 2013 ഈ കൊട്ടേഷൻ കൊടുക്കുന്ന സമയത്ത് മുകേഷിന്റെ ഡ്രൈവർ ആയിരുന്നു എന്നുള്ളത് വസ്തുതയാണ്. മുകേഷിനെ ചോദ്യം ചെയ്യുമായിരിക്കും. മുകേഷിന്റെയോ ഗണേഷിന്റെയോ അല്ലെങ്കിൽ മറ്റാരുടെയെങ്കിലുമോ സ്വാധീനത്താൽ ഈ അന്വേഷണം തടസ്സപ്പെട്ടു പോയിരുന്നു എങ്കിൽ, അന്വേഷണം ഇതിന്റെ ഗൂഢാലോചകരിലേക്ക് എത്തിയില്ലായിരുന്നുവെങ്കിലല്ലേ വിമർശനത്തിന് സ്കോപ്പുള്ളൂ. നമ്മൾ മുൻവിധിയോടുകൂടി ഇനി മറ്റാരെയും ചോദ്യം ചെയ്യില്ല എന്ന് എന്തിനു കരുതണം? ചോദ്യം ചെയ്യില്ല എന്നല്ല ഞാൻ പറഞ്ഞത്. ഞാൻ കിട്ടിയ വിവരം ഒരിക്കൽ കൂടി ഞാൻ റിപ്പോർട്ട് ചാനലുമായിട്ട് പങ്കുവയ്ക്കുന്നു. ഈ സംഭവം നടന്നിട്ട് ദിലീപ് ഏറ്റവും കൂടുതൽ കോളുകൾ വിളിച്ചിരിക്കുന്നത് മുകേഷിനെയാണ്. മറ്റൊന്ന്, ചലച്ചിത്ര മേഖലയിൽ ഏറ്റവും കൂടുതൽ പണം സിനിമ നിർമ്മിക്കാൻ വേണ്ടി ഇൻവെസ്റ്റ് ചെയ്യുന്ന ആൾക്കാരിൽ ഒരാൾ മുകേഷാണ്. ഈ ഇരയുടെ ഒരു അടുത്ത ബന്ധുവിനെ മുകേഷ് പണം കടം കൊടുത്തിരുന്നു. പണം തിരിച്ചു കൊടുക്കാതെ മുകേഷ് ചോദിച്ചപ്പോൾ ഉണ്ടായ ഒരു വ്യക്തിവിരോധം കൂടി ഗൂഢാലോചനയ്ക്ക് പിന്നിൽ ഉണ്ടായിരുന്നു എന്നുള്ള വർത്തമാനങ്ങളുണ്ട്. അതുകൂടി പുറത്തു വരാൻ വേണ്ടി മുകേഷിനെയും മുഖ്യമന്ത്രിയുടെ കരങ്ങൾ ബന്ധിച്ചിരിക്കുകയായിരുന്നോ 5 മാസം? ഇവിടെ ഇപ്പോൾ ഉരുത്തിരിയുന്ന അല്ലെങ്കിൽ ഇപ്പോൾ ഉയർന്നു വരുന്ന ആരോപണങ്ങൾ ഇടതുപക്ഷത്തിന്റെ MLA കൂടിയായ മുകേഷിനെ ചോദ്യം ചെയ്യുന്നതിന് പോലീസിന് എന്താണ് അമാന്തം എന്നുള്ള തരത്തിലാണ്. എന്താണ് അതിനൊക്കെയുള്ള മറുപടി? അല്ല അഭിലാഷേ, അതൊക്കെ ഇനി പലതും പറയാം. ഇവരുടെ എല്ലാം ഓരോരുത്തരുടെ മനോനിലവാരം അനുസരിച്ചിട്ടല്ലല്ലോ ഒരു അന്വേഷണ സംഘം പ്രവർത്തിക്കേണ്ടത്. അങ്ങനെ എന്റെ മനോനിലവാരം അനുസരിച്ച്, നമ്മുടെ ഓരോരുത്തരുടെയും ടെലിവിഷൻ ചർച്ചയനുസരിച്ച് കേരള പോലീസോ ഈ അന്വേഷണ സംഘമോ പ്രവർത്തിക്കണമെന്ന് വാശി പിടിക്കുന്നത് ബാലിശമാണ്. അത്തരം കാര്യങ്ങളെ രാഷ്ട്രീയ താല്പര്യങ്ങളും ആവശ്യങ്ങളുമായി കളയുക എന്നതല്ലാതെ മറ്റൊന്നുമില്ല. എന്തടിസ്ഥാനമാണ് ഈ പറയുന്നതിലുള്ളത്? കേരളം ഒരേ സ്വരത്തിൽ നെഞ്ചേറ്റിയ, കേരളം ഒരേ സ്വരത്തിൽ പിന്തുണ പ്രഖ്യാപിച്ച, കേരള പോലീസിന് സ്വമേധയാ ജനങ്ങളിറങ്ങി പിന്തുണ പ്രഖ്യാപിച്ച് അഭിവാദ്യമർപ്പിക്കുന്ന
ഒരു അവസരം ഈ കേരളത്തിന്റെ ചരിത്രത്തിൽ എപ്പോഴെങ്കിലും ഉണ്ടായിട്ടുണ്ടോ? നിങ്ങൾ പറ, എപ്പോഴെങ്കിലും, എന്നെങ്കിലും ഒരിക്കൽ? ഇത് കേരള പോലീസിന്റെ വിജയമാണ്, കേരളത്തിന്റെ ആഭ്യന്തര വകുപ്പിന്റെ വിജയമാണ്, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ പോലീസ് നയത്തിന്റെ വിജയമാണ്. അതാണെന്ന് കണ്ടുകൊണ്ടിരിക്കുന്നത്. അത് ഈ കാര്യത്തിൽ മാത്രമല്ല. ഇപ്പോ ഇത്ര കണ്ടൊന്നും പ്രകീർത്തിക്കപ്പെടാതിരുന്ന, പിന്തുടരപ്പെടാതിരുന്ന കേസാണല്ലോ കൊട്ടിയൂർ സ്ത്രീപീഡനം. അതിന്റെയും പ്രതികൾ പ്രബലർ തന്നെയായിരുന്നു. അതിലെ ഇത്ര കണ്ട് പ്രബലയുമായിരുന്നില്ല, ഇത്ര കണ്ട് താരശോഭയുള്ള ആളുമായിരുന്നില്ല. വളരെ പാവപ്പെട്ട നിർധന കുടുംബത്തിലെ പേരറിയാത്ത ഒരു പെൺകുട്ടിയായിരുന്നു. ആ കുട്ടിക്ക് നീതി ലഭിച്ചില്ലേ? 60ാമത്തെ ദിവസം അതിൽ കുറ്റപത്രം കൊടുത്തു. 90 ദിവസത്തിന് മുമ്പ് കുറ്റപത്രം കൊടുത്താൽ മതി, 60 ദിവസമാണ് കുറ്റപത്രം കൊടുത്തു. എത്ര വേഗതയുമാണ്! ശരി, താങ്കൾ വേഗം സ്റ്റുഡിയോയിലേക്ക് എത്തൂ. പന്തളം സുധാകരൻ, ഇന്നലെ കെ അജിതയുടേതായിട്ട് റിപ്പോർട്ട് ചെയ്തിട്ടുള്ള ഒരു പ്രതികരണം, UDF സർക്കാരിന്റെ കാലമായിരുന്നു ഇത് എങ്കിൽ അറസ്റ്റ് ദിലീപിലേക്കൊന്നും എത്തുമായിരുന്നില്ല എന്നാണ്. ഇവിടെ മലയാള സിനിമയുടെ സാമ്പത്തിക ഘടനയുടെ അനിവാര്യമായ ഒരു ഘടകം എന്ന് വിശ്വസിച്ചിരുന്ന ആൾ തന്നെ ഈ കേസിൽ അറസ്റ്റിലാകുന്നു എന്നുള്ളത് ചെറിയ കാര്യമേ അല്ല. യഥാർത്ഥത്തിൽ ഈ വലിയ ഇൻഡസ്ട്രിയെ തന്നെ പിടിച്ചുകുലുക്കുന്ന, മലയാളിയുടെ ഒരു പൊതുബോധത്തെ തന്നെ അലോസരപ്പെടുത്താൻ കെൽപ്പുള്ള വിധത്തിലുള്ള ഒരു കുറ്റകൃത്യത്തെ കുഴിച്ചു കണ്ടെത്തുകയാണ്. അതിൽ പോലീസ് വഹിച്ചിട്ടുള്ള പങ്ക് നിസ്തുലമല്ലേ? നമ്മളാരുമല്ലല്ലോ അന്വേഷണം നടത്തിയിട്ടുള്ളത്. എല്ലാവരും മറന്നുപോയ ഘട്ടമുണ്ട് ഈ കേസിനെ കുറിച്ച്, ഒരു 3 മാസം. ആ സമയത്തും ജാഗ്രതയോടുകൂടി പോലീസ് ഇതിന്റെ പുറകെ പോയത് കൊണ്ടല്ലേ ഇപ്പോൾ ഇതൊക്കെ ചർച്ച ചെയ്യാൻ ഇടവന്നത്. അല്ല ശ്രീ അഭിലാഷ്, ശ്രീമതി അജിത പറഞ്ഞത് ശുദ്ധ അസംബന്ധമാണ്. പിന്നെ മറ്റൊന്ന്, ദിലീപ് അല്ല, ഏത് വമ്പനായാലും ഏത് വമ്പൻ സ്രാവാണെങ്കിലും നിയമത്തിന്റെ വഴിയെ പോകുമ്പോൾ പിടിക്കപ്പെടുമെന്ന കാര്യത്തിൽ സംശയമില്ല. ഇവിടെ ഏതെങ്കിലും ഒരു സൗജന്യത്തിന്റെ പേരിലല്ലല്ലോ ഇന്നലെ ദിലീപിനെ അറസ്റ്റ് ചെയ്തത്. കാരണം ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, കേരളത്തിന്റെ മുഴുവൻ മനസാക്ഷിയും ഇതിന് വളരെ വിജിലന്റായി ഈ അന്വേഷണത്തിന്റെ പുറകെ ഉണ്ടായിരുന്നു. ഞാൻ നേരത്തെ വീണ്ടും ആവർത്തിക്കുന്നു, ഈ ഇന്നസെന്റ് ആരാണ്? ഇടതുപക്ഷത്തിലെ പ്രമുഖനായ MP അല്ലേ? മുകേഷ് ആരാണ്? ഇവര് രണ്ടുപേരും ഇരയെ കൊല്ലാക്കൊല ചെയ്തുകൊണ്ട് വേട്ടനായെ സംരക്ഷിക്കുകയായിരുന്നില്ലേ? അവർ നേതൃത്വം കൊടുക്കുന്ന അമ്മ എന്ന സംഘടന, ആ സംഘടനയ്ക്ക് ഒരു അപമാനം ഉണ്ടാക്കിക്കൊണ്ട് ആ ഇരയെ വീണ്ടും അപകീർത്തിപ്പെടുത്തുന്ന നടപടി സ്വീകരിച്ചുകൊണ്ട് ദിലീപ് പുണ്യവാളനാണ്, മാലാഖയാണെന്ന് വരുത്തി തീർക്കാനുള്ള വ്യഗ്രത മാധ്യമങ്ങളുടെ മുമ്പിൽ ഉറഞ്ഞു തുള്ളിയതൊക്കെ നമ്മൾ കണ്ടതല്ലേ? അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. പക്ഷേ മുഖ്യമന്ത്രിക്ക് വിവേകമുള്ളത് കൊണ്ട് അദ്ദേഹം ഗത്യന്തരമില്ലാതെയാണ് യഥാർത്ഥത്തിൽ ഈ ഏറ്റവും ഒടുവിൽ ദിലീപിനെ അറസ്റ്റ് ചെയ്യുന്നതിന് അനുമതി നൽകിയത്. ഇന്നലെ രാവിലെ പോലും ദിലീപ് അറസ്റ്റ് ചെയ്യപ്പെടുമെന്ന് പൂർണ്ണമായും ഇന്നസെന്റിന് ബോധ്യമുണ്ടായിരുന്നു, മുകേഷിന് ബോധ്യമുണ്ടായിരുന്നു. അപ്പോഴും അദ്ദേഹം മുഖ്യമന്ത്രിയുടെ കാലിൽ വീണു. അവർ നിഷേധിക്കട്ടെ. പക്ഷെ ഞാൻ മുഖ്യമന്ത്രി അഭിനന്ദിക്കുന്നു. മുഖ്യമന്ത്രി പോലീസിനോട് പറഞ്ഞു, നിങ്ങൾ ദിലീപ് കുറ്റവാളിയാണെങ്കിൽ നിങ്ങൾ അറസ്റ്റുമായി മുന്നോട്ട് പോകൂ എന്ന് പറഞ്ഞു. അതിൽ നമുക്ക് അഭിമാനമുണ്ട്. പിന്നെ വേറൊരു കാര്യം, ഇന്ത്യയിലെ ഏത് രാഷ്ട്രീയ പാർട്ടി ഭരിച്ചാലും ഇന്ത്യയിലെ ഏറ്റവും നല്ല അന്വേഷണ ഏജൻസി പോലീസ് എന്ന് പറഞ്ഞ കേരള പോലീസാണ്. അവരുടെ കൈകെട്ടുമ്പോൾ മാത്രമാണ് അവർ മൗനം പാലിക്കുന്നത്. അതല്ലാതെ പ്രവർത്തിക്കാൻ അനുവാദം കൊടുത്താൽ അവർ ഏത് വമ്പനാണെങ്കിലും അറസ്റ്റ് കയ്യാമം വെക്കുന്നൊരു കാര്യം സംശയമില്ല. ഇനിയൊരു കാര്യം ഞാൻ പറയട്ടെ, ഇനി വരാൻ പോകുന്ന 10-90 ദിവസം ശ്രീ രാജേഷൊക്കെ അഭിഭാഷകനാണ്, റഹീം അഭിഭാഷകനാണ്, എനിക്ക് നിയമപരമായിട്ട് യാതൊരു വിവരവുമില്ല. പക്ഷെ ഇനിയും അദ്ദേഹത്തെ ഈ ദിലീപിനെ അറസ്റ്റ് ചെയ്തു, ലോക്കപ്പിൽ ചെയ്തു, ഇനി പോലീസ് കസ്റ്റഡിയിലേക്ക് വരുന്നു. അതിനുശേഷം 10-90 ദിവസത്തിനുള്ളിൽ ഇതിന്റെ കുറ്റപത്രം സമർപ്പിക്കണം, അന്വേഷണം നടക്കണം. ആ അന്വേഷണം നടത്തുന്നതിന് പോലീസ് കരുതലോടുകൂടി നിന്നില്ലെങ്കിൽ ആരെയും, ഇന്നിപ്പോ ദിലീപ് ജയിലിലേക്ക് പോകുമ്പോൾ പറഞ്ഞെന്താണ്? കൈവീശി അദ്ദേഹം ഒരു വലിയ നായകനെ പോലെ പറഞ്ഞെന്താണ്? എനിക്ക് ആരെയും ഭയമില്ലെന്നാണ്. ഇവിടെ ദൈവം തമ്പുരാൻ പോലും പറയും ആരെയും ഭയമില്ലെന്ന്. അപ്പൊ ദൈവം തമ്പുരാനെ പോലും വലിയ ആളായി ധിക്കാരത്തോടുകൂടി അഹങ്കാരത്തോടുകൂടി ഈ കൊടും ക്രിമിനൽ പറഞ്ഞ എന്താണ്? എനിക്ക് ആരെയും ഭയമില്ല എന്നിങ്ങനെ കൈവീശി പോകുന്നത് നമ്മൾ മാധ്യമങ്ങളുടെ കണ്ടതാണ്. അതുകൊണ്ട് അങ്ങനെയുള്ള ഈ ദിവസങ്ങളിലും ജാഗ്രത പുലർത്തണം എന്നുള്ള കാര്യത്തിലൊന്നും ഒരു തർക്കവുമില്ല. ശ്രീ പന്തളം സുധാകരൻ, ശ്രീ VV രാജേഷ്, ഇവിടെ പോലീസ് എന്ന ഏജൻസി എങ്ങനെയാണ് ഈ കേസ് ഈ നിലയിൽ എത്തിച്ചത് എന്നുകൂടി പരിശോധിക്കണമല്ലോ. ഇവിടെ ചർച്ചകളിലൊക്കെ ആവർത്തിച്ചു പറയുന്ന കേരളത്തിന്റെ പൊതുസമൂഹം സാഹൂതം വീക്ഷിച്ചു, പൊതുസമൂഹത്തിന്റെ സമ്മർദ്ദം, മാധ്യമങ്ങളുടെ നിതാന്തമായ ജാഗ്രത എന്നൊക്കെ പറയുന്നു. ശരിയാണ്, ഇവ രണ്ടും ഉണ്ടായിട്ടുണ്ട് ഈ കേസിൽ. പക്ഷേ എല്ലാവരും ഈ കേസ് മറന്നുപോയ 3 മാസങ്ങളുണ്ടായിരുന്നു. മാർച്ച്, ഏപ്രിൽ, മെയ്, ഈ 3 മാസങ്ങൾ. ഈ 3 മാസങ്ങളിലും ഒരു മാധ്യമത്തിലും ഈ വിവാദം ചർച്ചയായില്ലല്ലോ, ഈ വിഷയം ചർച്ചയായില്ലല്ലോ. ഒരു സമ്മർദ്ദവും ഒരു രാഷ്ട്രീയ പാർട്ടിയും സർക്കാരിന് മേലും ഉണ്ടാക്കിയിട്ടില്ല, പോലീസിന് മേലും ഉണ്ടാക്കിയിട്ടില്ല, മാധ്യമങ്ങളും ഉണ്ടാക്കിയിട്ടില്ല, പൊതുസമൂഹവും ഉണ്ടാക്കിയിട്ടില്ല. പക്ഷേ ഈ 3 മാസവും അന്വേഷണ പ്രക്രിയയിൽ ഗൂഢാലോചന ആംഗിൾ അന്വേഷിക്കുന്നതിൽ പോലീസ് നിതാന്ത ജാഗ്രത പുലർത്തിയിരുന്നു. പോലീസ് ആ മാസങ്ങളിലാണ് ഈ അന്വേഷണത്തിൽ ട്രാപ്പ് ഒരുക്കി
ആ കെണിയിലേക്ക് പൾസർ സുനിയെ കൊണ്ടുപോയി വീഴ്ചത്? അവിടെയാണ് ദിലീപ് വരുന്നത്, അവിടെയാണ് നാദിർഷ വരുന്നത്, അവിടെയാണ് ഈ ഫോൺ കോളുകൾ ഉണ്ടാകുന്നത്, അങ്ങനെയാണ് തെളിവുകൾ ഉണ്ടാകുന്നത്. പോലീസ് ചെയ്ത കാര്യമാണിത്. അഭിലാഷ്, പോലീസ് ചെയ്തു എന്ന് താങ്കൾ പറയുമ്പോൾ തന്നെ ഭാഗികമായി ഞാൻ സമ്മതിക്കുന്നു. കാരണം പോലീസിലെ ആരെങ്കിലുമൊക്കെ ഇത് ചെയ്തില്ലെങ്കിൽ ഇത് ഇവിടെ എത്തുകയില്ലല്ലോ. പക്ഷേ കേരള പോലീസ് എൻ്റെ ഒരു ടീമായി ഇത് നിന്ന് ചെയ്തു എന്ന് വിശ്വസിക്കാൻ സാധിക്കുകയില്ല, അങ്ങനെ അംഗീകരിക്കാൻ സാധിക്കുകയില്ല. ബിജു പൗലോസ് എന്ന അങ്കമാലി CI, ആ CIയുടെ വിശ്വസ്തരായിട്ടുള്ള ചില ഉദ്യോഗസ്ഥന്മാരുമായി ചേർന്നുകൊണ്ട് അദ്ദേഹത്തിന് കീഴിലുള്ള ചില ഉദ്യോഗസ്ഥന്മാരും സത്യസന്ധരായ മുകൾ തട്ടിലെ ചില ഉദ്യോഗസ്ഥന്മാരെ അറിയിച്ചുകൊണ്ട് ചില കരുനീക്കങ്ങൾ നടത്തിയത് വിജയത്തിലെത്തി എന്നുള്ള കാര്യം സമ്മതിക്കുന്നു. ഈ പോലീസിന്റെ ഭാഗം തന്നെയാണ് ടോമിൻ തച്ചങ്കരി. ഇതേ ടോമിൻ തച്ചങ്കരിയാണ് പോലീസ് ഹെഡ്ക്വാർട്ടേഴ്സിൽ അഡ്മിനിസ്ട്രേഷൻ ചാർജ് നോക്കുന്നത്. ഇതേ ടോമിൻ തച്ചങ്കരിയാണ് വൈറ്റിലെ വന്നിട്ട് നാദിർഷയ്ക്ക് ഉപദേശിച്ചു കൊടുക്കുന്നത്. ഈ ടോമിൻ തച്ചങ്കരിയാണ് ചോദ്യാവലിയും ഉത്തരവും പറഞ്ഞു കൊടുക്കുന്നത്. അപ്പോൾ പോലീസിനുള്ളിൽ നിന്നും പലരും ഇവരെ രക്ഷപ്പെടുത്താൻ വേണ്ടി കൂടി ശ്രമിച്ചിരുന്നു എന്നുള്ള കാര്യത്തിൽ നിന്നുകൊണ്ടാണ് എന്തുകൊണ്ട് നാദിർഷയെ അറസ്റ്റ് ചെയ്യുന്നില്ല, ഈ ഗൂഢാലോചന ദിലീപിൽ മാത്രം അവസാനിക്കുമോ, അല്ല എങ്കിൽ പൾസർ സുനി സിം കാർഡ് കൊടുത്ത മേഖലയിലേക്ക്, അല്ലെങ്കിൽ മെമ്മറി കാർഡ് കൊടുത്ത മേഖലയിലേക്ക് എന്തുകൊണ്ട് പോകുന്നില്ല, ഇങ്ങനെയൊക്കെയുള്ള ചോദ്യങ്ങൾ വരുന്നത്. അല്ല, അത് നമ്മുടെ മുൻവിധിയല്ലേ ശ്രീ വി രാജേഷ്? ആ മുൻവിധിയുടെ അടിസ്ഥാനത്തിൽ നമുക്ക് കാര്യങ്ങളെ നിർണ്ണയിക്കാൻ പറ്റുമോ, ഒരു ജഡ്ജ്മെന്റ് നടത്താൻ പറ്റുമോ? നാദിർഷയെ അറസ്റ്റ് ചെയ്യുന്നില്ല, എന്തുകൊണ്ടായിരിക്കും? നാദിർഷ വളരെ വൈറ്റലായ എന്തെങ്കിലും ഇൻഫർമേഷനോ തെളിവോ പോലീസിന് നൽകാനിരിക്കുകയായിരിക്കും. ഒരുപക്ഷെ അദ്ദേഹം മാപ്പുസാക്ഷിയായിട്ടാണ് വരുന്നതെങ്കിലോ പറയാൻ പറ്റില്ല ഇതൊന്നും. അപ്പോൾ നാദിർഷയെ അറസ്റ്റ് ചെയ്യുന്നില്ല എന്നൊക്കെ നമ്മൾ മുൻവിധിയോടുകൂടി അതൊരു കുഴപ്പമാണെന്ന മട്ടിൽ കണ്ടാൽ അന്വേഷണ ഏജൻസി അവരുടെ പണിയെടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് നമ്മൾ ഇതൊക്കെ പറയുന്നത്. അല്ല, നാദിർഷയെ മാപ്പുസാക്ഷിയാക്കിയിട്ട് കോടതിയിൽ വന്നിട്ട് ഇപ്പൊ മാപ്പുസാക്ഷിയാക്കിയിട്ട് കേസ് ചിട്ടിക്കാനൊന്നും പോകുന്നില്ലല്ലോ. കോടതിയിൽ വന്നിട്ട് നാദിർഷ 4 വർഷം കഴിയുമ്പോഴേക്കും അല്ലെങ്കിൽ 5 വർഷം കഴിയുമ്പോൾ എന്താണ് പറയുന്നത് എന്ന് നമുക്ക് കണ്ടിരിക്കാവുന്നു. ഇതേ പോലീസ് സംവിധാനമാണല്ലോ മുഖ്യമന്ത്രിയോട് പറഞ്ഞത് അവിടെ കോൺസ്പിറസി ആവുന്നില്ലെന്ന്. ഇതേ പോലീസ് സംവിധാനത്തിന്റെ വാക്കുകൾ കേട്ടുകൊണ്ടാണല്ലോ മുഖ്യമന്ത്രി പറഞ്ഞത് ഒരു ഗൂഢാലോചനയുമില്ല, കിട്ടിയ പ്രതികളുടെ മൊഴികളുടെ അടിസ്ഥാനത്തിൽ മുന്നോട്ട് പോകുമെന്ന്. അപ്പോൾ തുടക്കത്തിൽ തീർച്ചയായിട്ടും കോൺസ്പിറസി ഇല്ല എന്ന് വരുത്തി പൾസർ സുനിയിൽ കേസ് അവസാനിപ്പിക്കുവാനുള്ള ഒരു തീരുമാനമുണ്ടായിരുന്നു. ആ തീരുമാനത്തിന്റെ അവസാന പ്രതിഫലനമായിട്ടാണ് പന്തളം ഇപ്പോൾ പറഞ്ഞ മുഖ്യമന്ത്രിയുടെ ഓഫീസിന്റെ മുന്നിൽ പൊട്ടിക്കരച്ചിലും കെട്ടിപ്പിടുത്തവും ഒക്കെ കഴിഞ്ഞ ദിവസങ്ങളിൽ നടന്നിട്ടുള്ളത്. അതായത് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ ആരെങ്കിലും പോയി പൊട്ടിക്കരഞ്ഞോ കെട്ടിപ്പിടിച്ചോ എന്ന് എനിക്കറിയില്ല. പക്ഷേ വി രാജേഷ്, അങ്ങനെയാണെങ്കിൽ അങ്ങനെ ഒരു പൾസർ സുനിയിൽ അവസാനിപ്പിക്കാനുള്ള ഒരു തീരുമാനം ഉണ്ടായിരുന്നെങ്കിൽ എന്റെ സംശയം, ഞാനത് ഇന്നലെയും പ്രകടിപ്പിച്ചതാണ്, അത് അനായാസം സാധിക്കുമായിരുന്നില്ലേ? ആരാണ് അങ്ങനെ അല്ലാതെ വരുത്തിയത്? അനായാസം സാധിക്കുമായിരുന്നില്ലേ അത്? ഈ 3 മാസം സമ്മർദ്ദമൊന്നും ഉണ്ടായിരുന്നില്ലല്ലോ പോലീസിന്. അങ്ങനെ ഒരു നിർദ്ദേശം ഉണ്ടായിരുന്നെങ്കിൽ പോലീസ് ഭദ്രമായി പൾസർ സുനിയിൽ ഈ കേസ് അങ്ങ് അവസാനിപ്പിച്ച് കെട്ടിപ്പൂട്ടി വെച്ചാൽ പോരെ? അല്ലല്ലോ, അവിടെ തുടങ്ങുകയല്ലേ ഉള്ളൂ, പ്രശ്നം അവിടെ ആരംഭിക്കുകയല്ലേ ഉള്ളൂ. ഇവിടെ കേരള പോലീസിന് മുകളിൽ ഇപ്പൊ കേരള പോലീസ് നടത്തിയ ഈ അന്വേഷണത്തെ, ഈ അറസ്റ്റിനെ ഞാൻ യാതൊരു കാരണവശാലും കുറച്ചു കാണുന്നില്ല. ദിലീപിനെ പോലെ ഇത്രയും പ്രശസ്തനായി നിൽക്കുന്ന ഒരു വ്യക്തിയെ, രാഷ്ട്രീയ ചായ്വുള്ള ഒരു വ്യക്തിയെ എവിടെ നിന്നുള്ള സമ്മർദ്ദത്തായാലും പോലീസിന് അറസ്റ്റ് ചെയ്യേണ്ടി വന്നു. പക്ഷേ ചെയ്യാതെ മുന്നോട്ട് പോയിരുന്നുവെങ്കിൽ കണ്ണിൽ എണ്ണ ഒഴിച്ച് കാത്തിരിക്കുന്ന ഒരു പൊതുസമൂഹമുണ്ട്. പിന്നെ വനിതാ കൂട്ടായ്മ, സിനിമയിൽ പുതുതായി രൂപപ്പെട്ട വനിതാ കൂട്ടായ്മയുണ്ട്. ഇവിടെ ഇതിന് മുകളിൽ അന്വേഷണ ഏജൻസി ഉണ്ട്. കേരള പോലീസിന് സാധിക്കില്ല എന്ന് കരുതിക്കൊണ്ട് CBI അന്വേഷണം ഉൾപ്പെടെ വേണമെന്നുള്ള ആവശ്യങ്ങൾ രാഷ്ട്രീയ അന്തരീക്ഷത്തിൽ മുറുകി വന്ന സാഹചര്യത്തിലാണ് അഭിലാഷ് ദിലീപിനെ വന്നത്. ഗത്യന്തരമില്ലാതെ അറസ്റ്റ് ഒഴിവാക്കാൻ ഒരു വഴിയുമില്ലാതെ നടന്ന ഒരു സംഭവമാണോ ഈ ദിലീപിന്റെ അറസ്റ്റ്? അഭിലാഷമെല്ലാം വളരെ ബാലിശമെന്നല്ല, ദൗർഭാഗ്യകരമാണ് ശ്രീ വി രാജേഷിൻ്റെ വാദമുഖങ്ങൾ. ഞാൻ ചോദിക്കുന്നു, അങ്ങനെയാണെങ്കിൽ കഴിഞ്ഞ 3 മാസത്തിനിടയിൽ ഇത്രയും വലിയ വിഷയത്തിൽ കണ്ണിൽ എണ്ണയൊഴിച്ചു കാത്തിരുന്ന പൊതുസമൂഹത്തിൻ്റെ പ്രതിനിധികളായി എന്തേ BJP ഒരു സമരം പോലും നടത്തിയില്ല? എന്തേ ഒരു പ്രതിഷേധം പോലും നടത്തിയില്ല? ഇവിടെ ആരും ഉണ്ടായിരുന്നില്ല. ഒരു കാര്യം ശ്രീ അഭിലാഷ് ശ്രദ്ധിക്കണം, നമ്മുടെ മാധ്യമപ്രവർത്തകർ മിടുക്കരാണ്. പക്ഷെ നിങ്ങൾ ഒരാൾക്ക് പോലും അറിയില്ലായിരുന്നു ദിലീപിന് അന്ന് രാവിലെ ചോദ്യം ചെയ്യുമെന്നോ ഒരുപക്ഷെ അന്ന് അറസ്റ്റ് രേഖപ്പെടുത്തുമെന്നോ. നിങ്ങൾ അന്ന് ദിലീപിനെ അറസ്റ്റ് ചെയ്തതിൻ്റെ പ്രഭാതത്തിലിറങ്ങിയ മുഴുവൻ ദിനപത്രങ്ങളും എടുക്ക്, ഒരു ദിനപത്രത്തിൻ്റെ പോലും മുൻപേലില്ല, എവിടെയും ഉൾപ്പേലുമില്ല എന്നാണ് എൻ്റെ വിശ്വാസം. എവിടെയുമില്ല ദിലീപിനെ ചോദ്യം ചെയ്യാൻ വിളിച്ചിരിക്കുന്നു എന്ന വാർത്ത പോലും, വിവരം പോലും കൊടുത്തില്ല. അതുപോലും രഹസ്യമായിട്ടാണ് ചെയ്തേ. പോലീസ് ഇപ്പോൾ നീങ്ങുന്നതോ ഞാനും നിങ്ങളും വരയ്ക്കുന്ന ഭാവനാവിലാസത്തിനനുസരിച്ചിട്ടാണോ? അല്ല. ഇവിടെ ഇദ്ദേഹം ഉയർത്തിയ ചില ചോദ്യങ്ങളുണ്ട്.
അദ്ദേഹം പറഞ്ഞ പ്രധാനപ്പെട്ട ഒരു കാര്യം, ഇവിടെ ഇങ്ങനെ യാദൃച്ഛികമായി ഇങ്ങനെ വന്നു, നിർബന്ധിതമായി. ഈ ശ്രീ വി രാജേഷ് എല്ലാം ഒന്ന് റിവൈൻഡ് ചെയ്ത് നോക്കിയ പഴയൊരു ചർച്ച എടുത്തിട്ട് ഈ പൾസർ സുനി അറസ്റ്റ് ചെയ്തിട്ടുണ്ടെന്ന് ശ്രീ കുമ്മനം രാജശേഖരനും ശ്രീ വി രാജേഷ് എല്ലാം പറഞ്ഞെന്താ? ഇവർ അന്ന് പറഞ്ഞത് പിടിച്ചു വലിച്ചിഴച്ചു കൊണ്ട് അകത്ത് കയറിയത് നേരിട്ട് കോടതിയിലെങ്ങാനും ചെന്ന് എന്തെങ്കിലും സത്യം വിളിച്ചു പറയുമോ എന്ന് പേടിച്ചിട്ടാണ്. പലരുടെയും പേര് പുറത്ത് കേട്ടു പോകുമോ എന്ന് കരുതിയിട്ടാണ് കൊണ്ടുപോയി ഇങ്ങനെ പോലീസ് വലിച്ചിഴച്ചു കൊണ്ടുപോയി എന്നല്ലേ പറഞ്ഞത്? അപ്പൊ അന്ന് പറഞ്ഞതൊക്കെ ഇപ്പൊ വിഴുങ്ങിയോ? അതെ, ആ പറഞ്ഞത് തെറ്റാണെന്ന് ഇപ്പൊ പറയോ? യഥാർത്ഥത്തിൽ കേരളത്തിൽ ഈ കേസിൽ മാത്രമല്ല, എന്ത് കണ്ണിലെണ്ണ ഒഴിച്ച് കാത്തിരുന്നതിന്റെ അടിസ്ഥാനത്തിലാണ് കൊട്ടിയൂർ പീഡനവുമായി ഇപ്പോൾ നിങ്ങളുടെ മേഖലയിൽപ്പെട്ട ഏറ്റവും പ്രമുഖനായ ഒരാളെയാണ്, ഒരു പ്രമുഖനായ സിനിമാ താരത്തെയാണ് അറസ്റ്റ് ചെയ്ത് ഇപ്പോൾ റിമാൻഡ് ചെയ്തിരിക്കുന്നത്. സ്ത്രീകൾ ആക്രമിക്കപ്പെടുന്ന വിഷയങ്ങളിൽ നീതി നടപ്പാവുകയാണ് എന്ന തോന്നൽ ഉണ്ടാക്കുന്നതാണോ ഈ നടപടികൾ? തീർച്ചയായിട്ടും ഞാൻ കുറച്ച് വർഷങ്ങളായിട്ട് ഇവിടെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ആർട്ടിസ്റ്റ് ആണെന്നുള്ള നിലയ്ക്ക് സത്യം പറഞ്ഞാൽ എന്നെ സംബന്ധിച്ച് ഇത് കേൾക്കുമ്പോൾ ഒരു ഞെട്ടലും അമ്പരപ്പുമാണ്. കാരണം നമ്മുടെ ജീവനും നമ്മുടെ സ്വത്തും ഒക്കെ കൊണ്ട് നമ്മൾ സിനിമയിലെ ഡ്രൈവേഴ്സ് അവരെ വിശ്വസിച്ചാണ് പരിചയമില്ലാത്ത സ്ഥലങ്ങളിൽ പോലും അൺടൈമിൽ യാത്ര ചെയ്യുന്നത്. ഒരിക്കലും ഇത്തരം യാതൊരു അപകടങ്ങളും ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് തന്നെ സിനിമയുടെ ഒരു ഡ്രൈവറാണ് എന്ന് ഈ പൾസർ സുനിയൊന്നും ഒരിക്കലും പറയാൻ പാടില്ല. ഇവർക്കൊക്കെ ആര് മെമ്പർഷിപ്പ് കൊടുത്തു? നമ്മുടെ ഡ്രൈവേഴ്സ് ആരും അങ്ങനെ പെരുമാറുന്നവരേ അല്ല, ഒരിക്കലും അങ്ങനെ. അവരെ വിശ്വസിച്ച് സുഖമായിട്ട് ബാക്ക് സീറ്റിൽ തലേണ വെച്ച് ഞങ്ങൾ കിടന്ന് ഉറങ്ങി വന്നിട്ടുണ്ട്. നമുക്കൊക്കെ പേടിയാവുക അത് കേൾക്കുമ്പോൾ. ഇത്രയും നാളായിട്ട് ഇതിന്റെ ഒരു ചാനലിലും ഞാനത് വരാതിരുന്നതിന്റെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനൊക്കെ ഇമോഷണലാണ്. ഒത്തിരി വിഷമം തോന്നും. എനിക്കൊരു പെൺകുഞ്ഞുണ്ട്. ഈ പറഞ്ഞ അറസ്റ്റ് ചെയ്ത ദിലീപിന് അദ്ദേഹത്തിനും കൊണ്ടൊരു പെൺകുഞ്ഞ്. അതൊക്കെ മനസ്സിൽ ഓർത്താ കൊള്ളാം, ഈശ്വരനെ ഓർത്താ കൊള്ളാം. ആരുടെയും ചാക്ക് പിടിച്ചു പറ്റരുത്. ഇവിടെ ശ്രീമതി ഉർവശി, ഒരു ഡ്രൈവർ അയാളുടെ സ്വന്തം ഇഷ്ടപ്രകാരം ഉപദ്രവിച്ചു എന്നുള്ളതല്ല. 2013 മുതൽ ഇങ്ങോട്ട് മുൻപ് 2 തവണ ആക്രമിക്കാൻ ശ്രമിച്ചു. അത് 2 തവണയും നടന്നില്ല. ആ നടിയുടെ ഭാഗ്യം കൊണ്ട് അവർ രക്ഷപ്പെട്ടു. പിന്നെയാണ് ഇങ്ങനൊരു കുറ്റകൃത്യം നടത്തുന്നത്. അങ്ങനെ ഒരു കുറ്റകൃത്യം നടത്തിയേ തീരൂ, കാരണം ആ കുട്ടിയുടെ കല്യാണം നടക്കുകയാണ്, അതിന് മുൻപ് വേണം, അതിന് മുൻപ് ഫോട്ടോഗ്രാഫ്, ഒറിജിനൽ ഫോട്ടോഗ്രാഫ് വേണമെന്ന് നിർബന്ധിച്ചാണ് ഈ ഡ്രൈവറെ അയച്ചത് എന്നാണ് പോലീസിന്റെ റിമാൻഡ് റിപ്പോർട്ട് പറയുന്നത്. ഇതൊക്കെ കേട്ടിട്ട് എന്താണ് തോന്നുന്നത്? ഒരു തീക്കൊള്ളി മാത്രം, വലിയൊരു വൻ അഗ്നിബാധയുടെ ഒരു തീപ്പെട്ടിക്കൊള്ളി മാത്രമാണ് ഈ കുട്ടി, ആക്രമിക്കപ്പെട്ട കുട്ടി എന്ന് പറയുന്നത്. അങ്ങനെ ഒരു കുട്ടിയാണ്. കാരണം അവൾക്ക് ഇങ്ങനെ ഒരു ദുരന്തം വന്നെങ്കിൽ മാത്രമേ ഇവിടെയുള്ള മലയാള സിനിമയിൽ ചില ആൾക്കാർ, അത് ഡയറക്ടേഴ്സ് ആയിട്ടായിക്കോട്ടെ, അല്ലെങ്കിൽ പിന്നെ പ്രത്യേകിച്ച് എടുത്തു പറയുന്നത് സൂപ്പർ താരങ്ങളൊക്കെ വിചാരിച്ചെങ്കിൽ മാത്രമേ ഒരു നടിക്ക് എത്ര കഴിവുണ്ടെങ്കിലും മലയാള സിനിമയിൽ നിൽക്കാൻ പറ്റൂ എന്നുള്ള അവസ്ഥയിലേക്ക് സിനിമ കൊണ്ടുവന്നതിന്റെ അന്ത്യമാണിവിടെ. അത് അന്ത്യമാണിവിടെ. കാരണം ജനങ്ങളും മീഡിയാസും, ഞാൻ മലയാളത്തിലെ മാധ്യമങ്ങളോട് പ്രത്യേകം എന്റെ ഹൃദയം നിറഞ്ഞ നന്ദി ഞാൻ അറിയിക്കുകയാണ്. നിങ്ങൾ കാരണമാണ് കൊണ്ടുവന്നത്. നിങ്ങൾ പ്രഷർ ചെയ്താണ് പോലീസിന് ഇത്രയും ഊർജം കൊടുത്തത്. കേരള പോലീസിന് ഇത്രയും ഊർജം കൊടുത്തത് അങ്ങനെയാണ്. ഇന്ത്യൻ സിനിമാ ചരിത്രത്തിൽ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടില്ല. ഇങ്ങനെയുള്ള ഒരു ഉണ്ടാവാൻ പാടില്ല. ആദ്യം ഒരു നടനിൽ നിന്ന് തുടങ്ങി, അദ്ദേഹത്തിന് താല്പര്യമുള്ളവർ മാത്രമേ വർക്ക് ചെയ്യാൻ പാടുള്ളൂ, താല്പര്യമില്ലാത്തവർ പാടില്ല. അങ്ങനെയായി പിന്നെ അത് മറ്റു നടന്മാരിലേക്കും വ്യാപിച്ചു. അക്കാര്യത്തിൽ ഇവരെല്ലാരും പിന്നെ ഒറ്റക്കെട്ടായി. സ്ഥാപിത താല്പര്യങ്ങളുള്ള സംവിധായകരെ അവരിട്ട് കഴിഞ്ഞാൽ എല്ലാവരുടെയും താല്പര്യങ്ങൾ നടപ്പിലാവുമെങ്കിൽ മാത്രം ആ നായിക അഭിനയിച്ചാൽ മതി. ഇപ്പോ അങ്ങനെയാണ് അല്ലേ? ഓരോരുത്തർക്ക് ഇഷ്ടമുള്ളവർ, അവരുടെ ഗുഡ് ബുക്കിലുള്ള ആളുകൾ മാത്രം അഭിനയിച്ചാൽ മതി എന്നുള്ളതാണല്ലേ അവസ്ഥ? അങ്ങനെ തന്നെയാണ് അവസ്ഥ. അത് തന്നെയായിരുന്നു നടന്നുകൊണ്ടിരുന്നത്. പുതിയ ഡയറക്ടേഴ്സ്, പുതിയതായിട്ട് വരുന്ന പിള്ളേർ ഡയറക്ട് ചെയ്യുന്ന പടങ്ങളിലെങ്കിലും മാറ്റം ഉണ്ടാവുമെന്ന് വിചാരിച്ചപ്പോൾ പിന്നെയും തഹൈവ. ഇത് തന്നെയാണ്. അവര് പുതിയ ആൾക്കാരായിട്ടോ പുതിയ ചെറുപ്പക്കാരായിട്ടോ പടങ്ങൾ എടുത്തു കഴിഞ്ഞാൽ ഓക്കെ. അതല്ലാതെ ഈ സൂപ്പർ താരങ്ങളായിട്ട് പുതിയ ആൾക്കാർ സൂപ്പർ ആവുമ്പോൾ വീണ്ടും ആ പഴയ രീതിയിലോട്ട് മാറുകയാണ്. ആ അവസ്ഥയ്ക്ക് ഇതൊരു വലിയ അന്ത്യമാണ്. അതിനൊരു പാവപ്പെട്ട കുട്ടി ഇരയാകേണ്ടി വന്നു. അതിനൊരു വലിയ വേദനയുണ്ട്. പക്ഷെ അങ്ങനെയല്ലേ പറ്റൂ. അല്ല, നമുക്ക് അന്ത്യമായി എന്ന് പറയാൻ പറ്റുമോ? ഈ അമ്മ ഇതിനു ശേഷം യോഗം ചേർന്നപ്പോൾ ഇത്തരം ചോദ്യങ്ങളൊക്കെ മാധ്യമപ്രവർത്തകർ ചോദിച്ചപ്പോൾ നടിമാർ അടക്കമുള്ള ആളുകൾ കൂക്കി വിളിക്കുകയാണ് ചെയ്തത് മാധ്യമപ്രവർത്തകരെ. അല്ലാതെ വിവരക്കേട് കൊണ്ടാണ്, വിവരമില്ലായ്മ കൊണ്ടാണെന്ന് വേണം പറയാൻ. അത്തരം ചടങ്ങുകളിലൊന്നും പങ്കെടുക്കാതെ എത്രയോ കാലമായിട്ട് ഞാൻ ഒതുങ്ങി നിൽക്കുന്നതിന്റെ കാരണവും എന്റെ വ്യക്തിപരമായ കാരണങ്ങൾ വേറെ, അത് വേറെ കാര്യം. ആ കാര്യങ്ങളിലൊന്നും എനിക്ക് ആരോടും വിശദീകരണം പറയേണ്ട ആവശ്യമൊന്നുമില്ല. പക്ഷെ ഒരു നടി എന്നുള്ള നിലയ്ക്ക് ഇന്ന കാര്യങ്ങൾ ഇന്നതുപോലെ ആണെങ്കിൽ മാത്രമേ അഭിനയിക്കാൻ പറ്റൂ എന്ന് പറയുന്ന ഒരവസ്ഥ വരുന്നത്
പുതിയതായിട്ട് വരുന്ന പല കുട്ടികളും നമ്മളോട് വേദനയോട് പറഞ്ഞിട്ടുണ്ട്, എന്ത് ചെയ്യും ചേച്ചി ഞങ്ങള്. അപ്പൊ എന്ത് നഷ്ടപ്പെടുത്തിയാലും സിനിമ വേണം എന്ന് വിചാരിക്കുന്നവരാണ് എന്നുണ്ടെന്നുണ്ടെങ്കിൽ അവർക്ക് അഭിനയിക്കാം. അതല്ല നമ്മൾ നല്ല രീതിയിൽ നിൽക്കൂ എന്നാണെങ്കിൽ അങ്ങനെ. പക്ഷെ എന്തു തന്നെ ആയാലും ഇതൊരു ഏറ്റവും നല്ലൊരു ട്രെൻഡിന്റെ തുടക്കമാണ്. അല്ല, പക്ഷേ അതൊരു ട്രെൻഡ് ആവുമോ? കാരണം ഇതേ വിഷയം അമ്മയുടെ പ്രസിഡന്റിനോട് കഴിഞ്ഞ ദിവസം ചോദിച്ചപ്പോൾ അങ്ങനെ ഒന്നുമില്ല, അതൊക്കെ പണ്ടായിരുന്നു, ഇപ്പോൾ അങ്ങനെ ഒരു സംഗതിയേ ഇല്ല. മോശമാണ് എങ്കിൽ, സ്ത്രീകൾ മോശമാണെങ്കിൽ ചിലപ്പോൾ അവർ അങ്ങനെ നിന്ന് കൊടുക്കുമായിരിക്കും, അങ്ങനെ അല്ലാതെ ഇവിടെ ഒരു പ്രശ്നമേ ഇല്ലെന്നാണ് അദ്ദേഹം പറഞ്ഞത്. നമുക്ക് ഞങ്ങളുടെ വീട്ടിനകത്ത് നമ്മുടെ എല്ലാ കുടുംബങ്ങളിലും അവനവന്റെ വീട്ടിനകത്ത് ചെറിയ ചെറിയ കാര്യങ്ങളുണ്ടാവും. അതിപ്പം പുറത്തുള്ളവർ ചോദിക്കുമ്പം ഞങ്ങൾ ഞങ്ങളുടേതായ മാന്യതയിലല്ലേ പറയാൻ പറ്റൂ. ഇല്ല, പ്രശ്നമുണ്ട്, കുഞ്ഞമ്മയും കൊച്ചച്ഛനോട്ട് പ്രശ്നമുണ്ട്, അല്ലെ ചേട്ടനും ചേച്ചിയായിട്ട് പ്രശ്നമുണ്ട്, ഇങ്ങനെയൊക്കെ പറയാൻ നിൽക്കുവോ? പറയാൻ പറ്റത്തില്ല. അതുകൊണ്ട് ഞങ്ങൾ ഞങ്ങളുടെ മാന്യത കാത്തു സൂക്ഷിക്കാൻ ശ്രമിച്ചതാണ്. അങ്ങനെ കണക്കാക്കി വെറുതെ വിടുക പാവം. ഇന്നസെന്റിയൊക്കെ ഒരു വലിയ സീരിയസ് സംഭവം ആക്കണ്ട, എന്റർടൈൻ ചെയ്യിക്കാനുള്ള ശ്രമമാണ് അദ്ദേഹം നടത്തിയിരിക്കുന്നത്. അല്ലാതെ അതിനകത്ത് ഒരു വേദനയില്ലെന്നോ ഒന്നുമല്ല. ഇന്നസെന്റ് നല്ല പ്രസിഡന്റ് ആയിട്ട് ഇത്രയും വർഷമായിട്ട് നന്നായിട്ടൊക്കെ ഇത് ചെയ്ത ആളാണ്. പക്ഷെ ഈ ഒരു കാര്യത്തിൽ വന്നു കഴിഞ്ഞപ്പോ ഇതും അതുപോലൊരു കോമഡി ആയി പോയത് എല്ലാവർക്കും വിഷമമായി. ഇന്നിപ്പോൾ അമ്മ ദിലീപിനെ പുറത്താക്കാൻ തീരുമാനമെടുത്തു. പക്ഷെ അങ്ങനെ ഒരു തീരുമാനം എടുത്തത് തന്നെ ഞാൻ മനസ്സിലാക്കുന്നത് ചെറുപ്പക്കാരായ താരങ്ങൾ നിർബന്ധം പിടിച്ചതുകൊണ്ടാണ്. ഇനി ദിലീപും ഒപ്പം ഞങ്ങളും ഒരുമിച്ച് ഈ സംഘടനയിൽ ഉണ്ടാകില്ല എന്ന് അതിൽ പങ്കെടുത്ത എക്സിക്യൂട്ടീവ് മെമ്പറായ പെൺകുട്ടിക്ക് പറയേണ്ടി വന്നതിന് ശേഷമാണ് ദിലീപിനെ പുറത്താക്കാനുള്ള ഏകകണ്ഠമെന്ന് വിശേഷിപ്പിക്കുന്ന തീരുമാനമെടുത്തത് എന്നാണ് മനസ്സിലാക്കുന്നത്. ഇപ്പോഴും ഇത്രയും സംഭവം ഉണ്ടായതിനു ശേഷവും സമ്മർദ്ദവും നിർബന്ധവും ഒക്കെ വേണ്ടിവരുന്നു എന്നുള്ളത് എന്തിന്റെ സൂചനയാണ്? അല്ല, സമ്മർദ്ദം എന്നുള്ളതല്ല. ഇതിപ്പോ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഒരു സംഘടന, അതിനകത്ത് ഒരുപാട് ആൾക്കാരുണ്ടാവും. അപ്പൊ അവരുടെ പ്രശ്നങ്ങളെ എല്ലാവരും കൂട്ടായിട്ട് നിന്ന് അത് പരിഹരിക്കണം എന്നുള്ളതിന്റെ ഒരു താല്പര്യം മാത്രമേ ഉള്ളൂ. ഇവരൊക്കെ ഇമോഷണലായിട്ട് സംസാരിച്ചെന്ന് വേണം കരുതാൻ. അത് പക്ഷെ മാധ്യമങ്ങൾ ഈ കേസ് എങ്ങനെയും പുറത്തു കൊണ്ടുവരണം എന്നുള്ള താല്പര്യത്തോട് നിൽക്കുമ്പോൾ അതിനകത്ത് കുറച്ച് അഗെയിൻസ്റ്റ് ആയിട്ട് ഒരു പെരുമാറിയപ്പോൾ നിങ്ങൾക്കും വിഷമമുണ്ടായി, കേട്ടായി ഞങ്ങൾക്കും വിഷമമുണ്ടായി, ശരിയാണ്. പക്ഷെ അതിനെ അതിൻ്റെതായ രീതി മാത്രം കണ്ട് വെറുതെ വിടണം. അത് ഒരിക്കലും അതിനകത്തൊരു എന്താ പറയുക, ഒരു ക്രൂരമായ ചിന്താഗതിയോട് പറഞ്ഞതല്ല. മുകേഷ് ചേട്ടനാലും ഗണേശ് ചേട്ടനാലും എല്ലാവരും എല്ലാ കാര്യങ്ങളിലും വളരെ നല്ല രീതിയിൽ മുന്നിട്ടിറങ്ങുന്ന ആൾക്കാരല്ലേ. ശരി, അതാണ് ഉർവശിയുടെ അഭിപ്രായം. വളരെ നന്ദി ഷൂട്ടിങ്ങിനിടയിലും ഞങ്ങളോട് സംസാരിച്ചതിന്. ശ്രീ എ റഹീം, നേരത്തെ എനിക്ക് താങ്കളോട് തന്നെയാണ് ചോദിക്കാനുള്ളത്. നേരത്തെ ശ്രീ പന്തളം സുധാകരനും ശ്രീ വി രാജേഷും ചൂണ്ടിക്കാണിച്ചിട്ടുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങൾ, ഒന്ന്, മുഖ്യമന്ത്രി ആദ്യം തന്നെ ഇക്കാര്യത്തിൽ ഗൂഢാലോചന ഇല്ല എന്നൊരു പ്രസ്താവന നടത്തി. അത് ഈ അന്വേഷണ സംഘത്തെ തന്നെ സ്വാധീനിച്ചിട്ടുണ്ടാകും. അതുകൊണ്ടാണ് 5 മാസം ഈ കാര്യത്തിൽ ഒരു മുന്നോട്ട് പോക്കുണ്ടാകാതിരുന്നത് എന്നുള്ളതാണ്. അതുകൊണ്ടാണ് എം ഹസൻ, KPCC അധ്യക്ഷൻ, മുഖ്യമന്ത്രി ആഭ്യന്തര മന്ത്രിയുടെ പദവി ഒഴിയണം എന്നാവശ്യപ്പെടുന്നത്. മറ്റു ചില ഉപശാല കഥകളും മുഖ്യമന്ത്രിയോട് സംസാരിക്കാൻ ഉള്ള സ്പേസ് ഉള്ള ആളുകളുടെ ഒപ്പം ഈ പ്രതികളായി ആരോപിക്കപ്പെട്ട ആളുകൾ എത്തി കാല് പിടിച്ചു, പൊട്ടിക്കരഞ്ഞു തുടങ്ങിയ കഥകളും കേൾക്കുന്നുണ്ട്. കഥകൾ ഒരുപാടില്ലേ? നിങ്ങൾ മെനഞ്ഞ കഥകളോ, നിങ്ങളെന്ന് വെച്ചാൽ മാധ്യമങ്ങൾ മാത്രമല്ല, മാധ്യമങ്ങൾ പ്രചരിപ്പിച്ച മാധ്യമങ്ങളിലൂടെ വന്ന കഥകളോ ഒക്കെ ശരിയായിരുന്നോ? അല്ല എന്ന് തെളിഞ്ഞതല്ലേ ശ്രീ ദിലീപിൻ്റെ അറസ്റ്റ്. ഇവിടെ ആവർത്തിച്ച് പറയുന്ന ഒരു പച്ചക്കള്ളം, മുഖ്യമന്ത്രി ഗൂഢാലോചന ഇല്ല എന്ന് പറഞ്ഞു എന്നുള്ളതാണ്. മുഖ്യമന്ത്രി ഗൂഢാലോചന ഇല്ല എന്ന് പറഞ്ഞത് അദ്ദേഹം പറഞ്ഞത് പൾസർ സുനി, ഞാനത് വേണമെങ്കിൽ അത് അതുപോലെ വായിക്കാം. ശ്രീ പൾസർ സുനി, ഈ പൾസർ സുനിയാണ്, അതായത് ഇതിലെ അയാളുടെ ഭാവനാവിലാസത്തിനനുസരിച്ചാണ് ഇത് ചെയ്തത് എന്നുള്ളതാണ് ആദ്യത്തെ ഭാഗം. അതിന് രണ്ടാമത്തെ വരി എന്താ? ഇതിൽ കൂടുതൽ ഏതെങ്കിലും തരത്തിലുള്ള കാര്യങ്ങളുണ്ട് എങ്കിൽ, സൂചനകൾ ലഭിക്കുകയാണെങ്കിൽ അന്വേഷിക്കുകയും ചെയ്യുമെന്ന് അദ്ദേഹം പറയുന്നുണ്ട്. അത് നിങ്ങൾ ഉൾപ്പെടെയുള്ള മാധ്യമങ്ങൾ കേട്ടതാണ്. എന്തേ അത് പ്രചരിക്കപ്പെട്ടില്ല? അത് തമസ്കരിച്ചു. ആദ്യത്തെ വാചകം മാത്രം പർവ്വതീകരിക്കുകയും പ്രചരിപ്പിക്കുകയും ചെയ്തു. എന്നിട്ട് അത് വെച്ച് ഇപ്പോഴും പറയാണ്, ഇനി അത് പറയാൽ എവിടെയാണ് വിറ്റുപോവുക ശ്രീ അഭിലാഷേ? ഇനി അത് വിൽക്കോ? 120B കുറ്റപത്രത്തിന്റെ ഭാഗമായി വന്നില്ലേ? പിന്നെ ശ്രീ അഭിലാഷ് പറ, 120B ഉൾപ്പെടെ വെച്ച് കുറ്റപത്രം കൊടുക്കാതിരിക്കാമായിരുന്നു ഞങ്ങൾക്ക്. 2, കുറ്റപത്രം കൊടുത്ത് പ്രതികളകത്തായി അങ്ങനെയൊരു കേസ് ആരും ശ്രദ്ധിക്കാതെ പിന്നീട് എല്ലാവരും ഒഴിഞ്ഞുമാറിപ്പോയൊരു കേസ് പിന്നെ എന്തിനാണ് പുനരന്വേഷിച്ചത്? അല്ലെങ്കിൽ അന്വേഷണം തുടർന്നത്? ആ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം അന്നുകൊണ്ട് എന്തുകൊണ്ട് അവസാനിപ്പിച്ചുകൂടായിരുന്നോ? കുറ്റപത്രം കൊടുത്ത് ഈ പണി കഴിഞ്ഞു, നിങ്ങളുടെ പണി കഴിഞ്ഞു, വേറെ പണി നോക്ക് എന്ന് പറഞ്ഞ് അവസാനിപ്പിച്ചുകൂടായിരുന്നോ? എന്ത് ഞങ്ങളത് ചെയ്തില്ല? അന്വേഷണം മുന്നോട്ട് പോയി എന്ന് മാത്രമല്ല, ദിലീപ് അറസ്റ്റിലായി എന്ന് മാത്രമല്ല, ഇനിയും അറസ്റ്റിലാകേണ്ടവർ അറസ്റ്റിലാകും എന്ന സന്ദേശം കേരളത്തിന്റെ മുഖ്യമന്ത്രിയും പോലീസും എന്നുള്ളതാണ് അക്കാര്യത്തിൽ താങ്കളുടെ നിലപാട്. ശ്രീ പന്തളം സുധാകരൻ, മുഖ്യമന്ത്രി 4 മാസം മുൻപ് പറഞ്ഞ ഒരു കാര്യം ഇനി ആവർത്തിക്കുന്നതിൽ പ്രസക്തിയുണ്ടോ? കാരണം അദ്ദേഹം പറഞ്ഞതിനപ്പുറത്ത് കാര്യങ്ങൾ നടന്നു. ഗൂഢാലോചന കേസിൽ ഒരു പ്രതി അറസ്റ്റിലായി, ഇനി ആരൊക്കെ അറസ്റ്റിലാകുമെന്ന് നമുക്കറിയില്ല. എന്തായാലും ഒരു സപ്ലിമെന്ററി ചാർജ് ഷീറ്റ് ഉണ്ടാകും.
ഗൂഢാലോചന കേസിൽ ഗൂഢാലോചന ചുമത്തി ഏറ്റവും പ്രമുഖനായ, കേരളത്തിലെ ഏറ്റവും പ്രമുഖനെന്ന് വിശേഷിപ്പിക്കാവുന്ന 400 കോടിയുടെ ആസ്തിയുള്ള സിനിമാ ഇൻഡസ്ട്രി ആകെ ഭരിക്കുന്ന ഒരാൾ തന്നെ അറസ്റ്റിലായതിനു ശേഷം മുഖ്യമന്ത്രി പണ്ട് അങ്ങനെ പറഞ്ഞിരുന്നു എന്ന് പറയുന്നതിന് വല്ല കാര്യവുമുണ്ടോ? അല്ല, അത് പറയുന്നത് അന്ന് മാധ്യമങ്ങളിലൂടെ മുഖ്യമന്ത്രി പറഞ്ഞ ഒരു കാര്യം അത് ആവർത്തിക്കുകയാണ്. കാരണം അല്ലാതെ ഇത് മുഖ്യമന്ത്രിയുടെ ഉദ്ദേശം മറ്റ് പ്രതികളെ സംരക്ഷിക്കുക ആ രീതിയിലല്ല പറഞ്ഞത്. അന്ന് അദ്ദേഹം ആഭ്യന്തരമന്ത്രി കൂടി ആയതുകൊണ്ട് അങ്ങനെ പറഞ്ഞപ്പോൾ ഈ മോങ്ങാനിരുന്ന നായയുടെ തലയിൽ തേങ്ങ വീഴുന്നു എന്ന് പറയുന്ന പോലെ എപ്പോഴും ഭരണാധികാരികളെ പ്രീണിപ്പിക്കുന്നതിന് കാത്തു നിൽക്കുന്ന ഉന്നത ഉദ്യോഗസ്ഥന്മാരായ പോലീസ് ഉദ്യോഗസ്ഥന്മാർക്ക് അതൊരു ഒരു അവസരമായിരുന്നു എന്നുള്ളതാണ്. പക്ഷെ പിന്നീട് വന്ന അന്വേഷണം ഏറ്റവും ഒടുവിൽ യഥാർത്ഥത്തിൽ നമ്മൾ അഭിനന്ദിക്കേണ്ട രണ്ട് വ്യക്തികൾ ഈ പൾസർ സുനിയോടൊപ്പം സെല്ലിൽ കിടന്ന 2 വ്യക്തികളാണ്. അവരുടെ വെളിപ്പെടുത്തലൂടെയാണല്ലോ യഥാർത്ഥത്തിൽ ഒരു പുതിയ ഒരു അന്വേഷണ മുഖം പോലീസിനെ തുറക്കേണ്ടി വന്നതും ഒടുവിൽ ഈ യഥാർത്ഥ ക്രിമിനൽ പിടിയിലാകേണ്ടിയും വന്നത് എന്ന കാര്യം നമ്മൾ വിസ്മരിക്കാൻ പാടില്ല. പിന്നെ ഇനിയുള്ള അവസരങ്ങൾ ഇവിടെ രാജേഷും പ്രിയപ്പെട്ട ശ്രീ റഹീമും ഒക്കെ അഭിഭാഷകർ കൂടിയാണ്. ഞങ്ങളുടെ ഒരു ആശങ്ക ഇനിയുള്ള ഈ ദിവസങ്ങൾ, കാരണം 10-90 ദിവസത്തിനുള്ളിൽ ചാർജ് ഷീറ്റ് കൊടുക്കുകയൊക്കെ വേണം. അപ്പോൾ വിവിധ തലത്തിലുള്ള അന്വേഷണം നടക്കണം. ചിലപ്പോൾ പുതിയവരെ ചോദ്യം ചെയ്യേണ്ടി വരും. ചിലപ്പോൾ യാതൊരു സംശയം വേണ്ട ഇന്നസെന്റിനെയും അതുപോലെ തന്നെ മുകേഷിനെയും ചോദ്യം ചെയ്യേണ്ടി വരും. കാരണം നമ്മുടെയൊക്കെ വ്യക്തി ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ സ്വാധീനം ചെലുത്തുന്ന ഒരാൾ ഡ്രൈവർമാരാണ്. നമ്മുടെ എല്ലാ കാര്യങ്ങളും വ്യക്തിപര കാര്യങ്ങളും അറിയാവുന്ന ഒരാളുടെ ഡ്രൈവറാണ്. അങ്ങനെ ഏതാണ്ട് 1 വർഷത്തോളം ഈ മുകേഷിന്റെ ഡ്രൈവറായി ഇരുന്ന ആളാണ് പൾസർ സുനീത്. ഇന്ന് കൊല്ലത്ത് അദ്ദേഹം പറഞ്ഞത് എന്താ? സത്യം പറഞ്ഞാൽ എനിക്ക് ഒരു പരിഹാസത്തോടുകൂടി എന്നെ കേൾക്കാൻ കഴിയും. അദ്ദേഹം പറഞ്ഞു, ഞാൻ പൾസർ സുനിയെ പറഞ്ഞു വിട്ടത് പൾസർ സുനി വണ്ടി ഓടിക്കുന്ന സ്പീഡിലാണെന്നാണ്. ഞങ്ങൾക്കൊക്കെ ഡ്രൈവർമാരുണ്ടല്ലോ, സ്പീഡിൽ ഓടിക്കുന്ന ഡ്രൈവറോട് പറഞ്ഞാൽ എടാ മോനെ, ഇന്നസെന്റ് പറഞ്ഞില്ല, എടാ മോനെ ദിലീപ് എന്ന് പറഞ്ഞതുപോലെ എടാ മോനെ പൾസറെ, നിങ്ങളെല്ലാം മക്കളെന്നല്ലേ വിളിക്കുന്നത്, പൾസറെ നീ സ്പീഡൊന്ന് കുറച്ച് പോയെന്ന് പറയുന്നതിന് പകരം അടുത്ത ദിവസം പിരിച്ചു വിടുകയാണോ ചെയ്യുന്നത്? ഇത് എവിടുത്തെ ന്യായമാണ്? അപ്പോൾ എന്തൊക്കെയാ മുകേഷിന് മറക്കാനുണ്ട്? എന്തായാലും കൊല്ലത്തെ CPM-ന്റെ നേതാക്കന്മാരും പാർട്ടി പ്രവർത്തകരും ഇപ്പോൾ ആശ്വസിക്കുക. കാരണം അവരെ വിളിച്ചു വരുത്തി മുകേഷ് എന്തായാലും ഇന്ന് അവിടെ മമ്മൂട്ടിയുടെ വീട്ടിൽ കമ്മിറ്റിയിൽ പങ്കെടുക്കുന്നതിന് പകരം 100, 120, 50 കിലോമീറ്റർ വേഗതയിൽ കൊല്ലത്ത് വന്നു എന്നുള്ളത് ഒരു നല്ലൊരു കാര്യമാണ്. അത്രയും ടെൻഷൻ അവിടെ പാർട്ടി പ്രവർത്തകർക്കും നേതാക്കന്മാർക്കും കുറഞ്ഞിരിക്കുന്നു. പക്ഷെ അതുകൊണ്ട് പാടില്ല. തീർച്ചയായും അവരിലേക്ക് കൂടി അന്വേഷണം നീളണം. ഇനി ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരിലേക്ക് നീങ്ങണം. അങ്ങനെ കേരളത്തിന് മുഴുവൻ അപമാനം, അതുപോലെ ലോകം ശ്രദ്ധിക്കുന്ന മലയാള സിനിമാ ഇൻഡസ്ട്രിക്ക് മലീമസമാക്കിയ പിശാചുക്കളുടെ ഒരു കൂടാരമാക്കി മാറ്റിയ ഈ അവസ്ഥ മാറ്റുന്നതിന് ഇപ്പോൾ പുതിയ താരങ്ങളൊക്കെ പൃഥ്വിരാജിന്റെ ഒക്കെ ആ ഇടപെടലുകൾ, അതുപോലെ പാർവതിയുടെ ഇന്റർവ്യൂ, ഇതൊക്കെ നമുക്കൊരു പ്രതീക്ഷ നൽകുന്നു. നമ്മുടെ സഹോദരി ഇടപെട്ടത് എന്നുള്ളത് ശ്രദ്ധേയമാണ്. ശ്രീ M.A. നിഷാദ് സംവിധായകൻ ടെലിഫോൺ ലൈനിൽ. ശ്രീ M.A. നിഷാദ്, അമ്മയിൽ നിന്നും ഫെഫ്കയിൽ നിന്നും പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷനിൽ നിന്നും ദിലീപിനെ പുറത്താക്കുകയും ഇനി യാതൊരു സഹകരണവും വേണ്ട എന്ന് തീരുമാനിക്കുകയും ചെയ്തിരിക്കുന്നു. ഒരു വലിയ ശുദ്ധീകരണത്തിന്റെ തുടക്കമാണോ? തീർച്ചയായിട്ടും ഇതൊരു ശുദ്ധീകരണത്തിന്റെ തുടക്കമാണ്. ഇത് മാതൃകാപരമായ നടപടിയാണെന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. കാരണം ഈ ആരും നിയമത്തിന് അതീതമല്ല, ആരുടെയും വിരൽത്തുമ്പിലല്ല മലയാള സിനിമ എന്നുള്ളതിന്റെ ഒരു വളരെ ക്ലിയർ കട്ടായിട്ടുള്ള മെസ്സേജാണ് പൊതുസമൂഹത്തിലേക്ക് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇനി പുറത്തു വരുന്ന കഥകൾ, വളരെ ഭീകരമായ കുറെ കഥകൾ ഇന്ന് കേൾക്കുന്നു, സത്യമാണോ എന്നറിയില്ല. എന്നിരുന്നാലും ഇതിന്റെ ഇടയിൽ ഈ ആരോപണ വിധേയന് വേണ്ടി വീറോടെ വാദിച്ച പലതുകൊണ്ട് അപ്പൊ അന്വേഷണം കുറച്ചും കൂടി സമഗ്രമായി നടത്തണമെന്നുള്ള അഭിപ്രായക്കാരനാണ് ഞാൻ. ഇവിടെ ഈ ഗൂഢാലോചനയെ കൊണ്ട് നിർത്താനല്ല, ഇനിയും ഇതിന്റെ പുറകിൽ ആരെങ്കിലും ഉണ്ടോ, ആരെങ്കിലും ഇതിന്റെ അകത്ത് കോംപ്രമൈസിന് വേണ്ടി നിന്നവരാരെങ്കിലും ഉണ്ടോ, ഈ പറയുന്ന ആളുകളെ പറ്റിയൊക്കെ ഉള്ള ഒരു അന്വേഷണം നടത്തേണ്ടതാണ്. തീർച്ചയായിട്ടും പൊതുസമൂഹത്തിന് അത് അറിയാൻ ആഗ്രഹമുണ്ട്. ശരി, പൊതുസമൂഹത്തിന് അത് അറിയാൻ ആഗ്രഹമുണ്ട്. ശ്രീ വി രാജേഷ്, പോലീസിനെ അവരുടെ ജോലി ചെയ്യാൻ വിടുകയല്ലേ വേണ്ടത്? നമ്മൾ ഇത്രയും കാലം നടത്തിയിട്ടുള്ള അന്വേഷണത്തിൽ ആശങ്കാകുലരായിരുന്നുവെങ്കിൽ ശരിയാണ്, പോലീസിനെ വിമർശിക്കാം. പക്ഷേ പോലീസ് ഏതെങ്കിലും തരത്തിലുള്ള വീഴ്ചകൾ ഈ കേസിൽ കാണിച്ചു എന്ന് നമുക്ക് ഈ നിമിഷം പറയാൻ സാധിക്കുകയില്ല. അങ്ങനെ വീഴ്ചകൾ വരുത്തിയിരുന്നുവെങ്കിൽ ഇതിൻ്റെ ഗൂഢാലോചന ആംഗിളിലേക്ക് പോലീസ് എത്തുകയില്ലല്ലോ. മുകേഷ് അടക്കമുള്ളവരെ ചോദ്യം ചെയ്യണമെങ്കിൽ പോലീസ് നിശ്ചയമായും ചോദ്യം ചെയ്യില്ലേ? ചോദ്യം ചെയ്യാതെ ഏതെങ്കിലും ആളുകളെ അദൃശ്യമായോ ദൃശ്യമായോ ഉള്ള കവചങ്ങൾ രക്ഷിക്കുന്ന അനുഭവം ഈ കേസിന്റെ കാര്യത്തിൽ ഇതേവരെ ഉണ്ടായിട്ടില്ലല്ലോ. അല്ല, ഇവിടെ പോലീസിനെ ശത്രുപക്ഷത്ത് നിർത്തിക്കൊണ്ട് കുറ്റപ്പെടുത്തി എല്ലാ ദിവസവും മുന്നോട്ട് പോകുന്ന ആൾക്കാരല്ല ഞങ്ങൾ.
പോലീസ് ഉദ്യോഗസ്ഥന്മാർ മികച്ച രീതിയിലുള്ള സേവനം കാഴ്ചവെക്കുമ്പോഴേക്കും അതിനെ യാതൊരു സങ്കോചവുമില്ലാതെ അഭിനന്ദിക്കുന്നവരാണ്. ഇവിടെ വിമർശിക്കേണ്ടി വരുന്നത് ഈ പോലീസ് സംവിധാനത്തിന് നേതൃത്വം കൊടുക്കുന്ന രാഷ്ട്രീയ ഭരണ നേതൃത്വം പല സമയത്തും ബയസ്ഡ് ആയിട്ട് പെരുമാറുമ്പോൾ, ചില പോലീസ് ഉദ്യോഗസ്ഥന്മാർ പ്രതികളെ സംരക്ഷിക്കുന്ന നിലപാടുകൾ സ്വീകരിക്കുമ്പോൾ അപ്പോൾ ഞങ്ങൾക്ക് സ്വാഭാവികമായിട്ട് വിമർശിക്കേണ്ടി വരും. അത്തരത്തിലുള്ള വിമർശനങ്ങളാണ് നേർവഴിക്ക് നടക്കുവാൻ വേണ്ടി ഇവർക്ക് കൂടി ഇടയാക്കുന്നതെന്നുള്ളതാണ്. ഇവിടെ ഗൂഢാലോചന നടന്നു എന്ന് പൊതുസമൂഹം വിശ്വസിക്കുമ്പോൾ, ചലച്ചിത്ര രംഗത്തുള്ള ഒരു വലിയൊരു സമൂഹം വിശ്വസിക്കുമ്പോൾ, മുഖ്യമന്ത്രി തന്നെ നേരിട്ട് വന്നിട്ട് ഗൂഢാലോചന ഇല്ല, ഇവിടെ എല്ലാം ഇവിടെ കൊണ്ട് അവസാനിച്ചു എന്ന് പറയുമ്പോൾ ഞങ്ങൾക്ക് ഇടപെടേണ്ടി വരും. അപ്പോഴേക്കും ഞങ്ങൾക്ക് പോലീസിനെ വിശ്വാസമാണ്, പോലീസ് പറഞ്ഞാണ് ശരിയെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ മാറിയിരിക്കാൻ സാധിക്കില്ല. ഇഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിലും അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ വിമർശിക്കേണ്ടി വരും. ഇപ്പോൾ മുകേഷിന്റെ കാര്യത്തിൽ ഞങ്ങൾക്ക് പൊതുപ്രവർത്തകർ എന്നുള്ള നിലയ്ക്ക് ഞങ്ങൾക്ക് ലഭിക്കുന്ന വിവരങ്ങൾ അനുസരിച്ച് ഗൂഢാലോചന നടന്നതിൽ മുകേഷിന്റെ ചില അറിവുകളുണ്ട്. ഈ കുറ്റവാളികളെ സംരക്ഷിക്കുന്നതിൽ മുകേഷിന്റെ ചില ഇടപെടലുണ്ടെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. അക്കാര്യം പോലീസ് അന്വേഷിക്കണമെന്ന് ഞങ്ങൾ ആവശ്യപ്പെടുന്നു. അവിടെ ഞങ്ങൾക്ക് പോലീസിനോട് ആവശ്യപ്പെടാതിരിക്കാൻ സാധിക്കുമോ? മാത്രവുമല്ല, പോലീസിലെ ഞാൻ മറ്റൊരു ചാനലിൽ പങ്കെടുത്തപ്പോൾ ആ പോലീസ് ഓഫീസറുടെ പേര് പറഞ്ഞില്ലെന്നേ ഉള്ളൂ. ബിജു പൗലോസ്, ആ സർക്കിൾ ഇൻസ്പെക്ടറെ പോലുള്ളവർ, ദിനേന്ദ്ര കശ്യപിനെ പോലുള്ളവർ ആത്മാർത്ഥമായിട്ട് ഇതിൽ ഇടപെട്ടു. അങ്ങനെ വരുമ്പോൾ ദിലീപിനെ 13 മണിക്കൂർ ആദ്യം ചോദ്യം ചെയ്യുമ്പോഴേക്കും ദിനേന്ദ്ര കശ്യപിനെ മാറ്റി നിർത്തുന്നു, ഇരുട്ടിൽ നിർത്തുന്നു. ADGP സന്ധ്യ ചോദ്യം ചെയ്യുന്നു, അതിനെ മുൻ DGP ചോദ്യം ചെയ്യുന്നു. അന്വേഷണ സംഘം തന്നെ മറുപടി പറഞ്ഞിട്ടില്ലേ? ദിനേന്ദ്ര കശ്യപ് അല്ല 13 മണിക്കൂർ ദിലീപിനെ ചോദ്യം ചെയ്തിട്ടുള്ളത്, അത് ADGP സന്ധ്യയായിരുന്നു. പക്ഷേ ദിനേന്ദ്ര കശ്യപ് കൂടി തയ്യാറാക്കിയ ചോദ്യാവലിയുടെ അടിസ്ഥാനത്തിൽ ഇവർ രണ്ടുപേരും ഒരുമിച്ചിരുന്ന് കോർഡിനേഷനോട് കൂടിയാണ് നടത്തിയത് എന്ന് അന്നത്തെ DGPയുടെ വിമർശനത്തിന് മറുപടിയായി അന്വേഷണ സംഘം അപ്പോൾ തന്നെ വിശദീകരിച്ചിട്ടുള്ളതാണ്. ദിനേന്ദ്ര കശ്യപിന് അക്കാര്യത്തിൽ ഏതെങ്കിലും എതിരഭിപ്രായമുള്ളതായി നമുക്കറിയില്ലല്ലോ. ദിനേന്ദ്ര കശ്യപിന് എതിരഭിപ്രായമുള്ളത് അദ്ദേഹം പറയില്ലല്ലോ. അദ്ദേഹം ഇപ്പൊ സർവീസിലുള്ള ഉദ്യോഗസ്ഥനല്ലേ, അദ്ദേഹം ഉന്നതമായ രീതിയിൽ പ്രൊമോഷൻ ആഗ്രഹിക്കുന്ന ഒരു ഉദ്യോഗസ്ഥനല്ലേ. മാത്രവുമല്ല അദ്ദേഹം അങ്ങനെ മാധ്യമങ്ങളുമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന ഉദ്യോഗസ്ഥനുമല്ല. പക്ഷേ അതിലൊരു ശരികേടില്ലേ അഭിലാഷ്? അതിൽ അന്വേഷണ സംഘത്തലവൻ അറിയാതെ പ്രതിയെ ചോദ്യം ചെയ്യുന്നു എന്നുള്ളത് അതിനൊരു ശരികേടുണ്ട് അഭിലാഷ്. അല്ല, അന്വേഷണ സംഘത്തലവൻ അറിയാതെ ചോദ്യം ചെയ്താൽ അതിൽ ശരികേടുണ്ട്. പക്ഷേ അന്വേഷണ സംഘത്തലവൻ അറിഞ്ഞുകൊണ്ട് അവർ ഒരുമിച്ച് തയ്യാറാക്കിയ ചോദ്യാവലി, നേരിട്ടുള്ള പ്രസൻസ് ആ സമയങ്ങളിൽ ചോദ്യം ചെയ്യുന്ന മണിക്കൂറുകളിൽ ഉണ്ടാകാത്തത് അസ്വാഭാവികമായി ഒന്നുമുള്ളത് കൊണ്ടല്ല എന്ന് പോലീസിന്റെ അന്വേഷണ സംഘം തന്നെ വിശദീകരിച്ചാലും എന്തുകൊണ്ടാണ് തൃപ്തിയാകാത്തത്? അല്ല, അന്വേഷണ സംഘത്തലവനും അന്നത്തെ DGPക്കും ദിലീപിനെ ചോദ്യം ചെയ്ത വിവരങ്ങളൊന്നും തന്നെ അറിയില്ല എന്ന് പറയുമ്പോഴേക്കും ഞങ്ങളെപ്പോലുള്ള പ്രതിപക്ഷത്ത് നിൽക്കുന്ന പൊതുപ്രവർത്തകർക്ക് ആശങ്കയുണ്ട്. ആ ആശങ്ക എന്തുകൊണ്ടാണ് വർദ്ധിക്കുന്നത്? ADGP അഡ്മിനിസ്ട്രേഷൻ ടോമിൻ തച്ചങ്കരി തിരുവനന്തപുരത്ത് നിന്നും വൈറ്റിലെ വന്നിട്ട് കൂട്ടുപ്രതിയാകും എന്ന് പ്രതീക്ഷിക്കുന്ന ഒരു വ്യക്തിക്ക് ഉത്തരങ്ങൾ പറഞ്ഞു കൊടുക്കുന്നു. തച്ചങ്കരിയെ പോലെ കണ്ണിങ് ആയിട്ടുള്ള ക്രൂക്കഡ്നെസ് ഉള്ള ഒരു പോലീസ് ഓഫീസർ ചോദ്യാവലിക്കുള്ള ഉത്തരങ്ങൾ പഠിപ്പിച്ചു കൊടുക്കും. അദ്ദേഹം എന്താ ട്രെയിനിങ് കോളേജ് നടത്തുന്നു? അത് വളരെ സംഗതമായ ഒരു വിമർശനമാണ്. അത് വളരെ സംഗതമായ ഒരു വിമർശനമാണ് ശ്രീ വി രാജേഷ്. പക്ഷേ ആ ADGP അഡ്മിനിസ്ട്രേഷൻ ചാർജുള്ള ഹെഡ്ക്വാർട്ടേഴ്സ് ADGP അദ്ദേഹത്തിന്റെ സ്ഥാനത്തിരിക്കുമ്പോൾ പുതിയ DGP വന്നതിന് ശേഷമാണല്ലോ അറസ്റ്റ് ഉണ്ടാകുന്നത്. ഏതെങ്കിലും സ്വാധീനം ആ ADGPക്ക്, പോലീസ് ഹെഡ്ക്വാർട്ടേഴ്സിൽ ഇരിക്കുന്ന ADGPക്ക് ഉണ്ടെങ്കിൽ പിന്നെ എങ്ങനെയാണ് പുതിയ DGP വന്നതിന് ശേഷം നടന്നുകൊണ്ടിരിക്കുന്ന അന്വേഷണ സംഘം ഇദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യുക? അല്ല, അറസ്റ്റ് ചെയ്യാതിരിക്കാൻ വേണ്ടി ടോമിൻ തച്ചങ്കരി ശ്രമിച്ചെന്നോ അല്ലെങ്കിൽ അത് പരാജയപ്പെട്ടെന്നോ അല്ല. ഏതൊക്കെ രീതിയിൽ പോലീസുകാർ ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ ഏതൊക്കെ രീതിയിൽ ഉത്തരം പറയണം എന്നുള്ള ഒരു ട്രെയിനിങ് നാദർഷായ്ക്ക് ADGP ടോമിൻ തച്ചങ്കരി നൽകിയെന്നാണ് ഞാൻ പറയുന്നത്. അതിനൊരു അസ്വാഭാവികത ഇല്ലേ? ടോമിൻ തച്ചങ്കരി കംപ്ലൈനന്റിന്റെ ഭാഗത്ത്, സ്റ്റേറ്റിന്റെ ഭാഗത്ത് നിന്നുകൊണ്ട് ആക്ട് ചെയ്യേണ്ട ഓഫീസറാ, പ്രതിയുടെ ഭാഗത്ത് നിന്നുകൊണ്ട് ആക്ട് ചെയ്യേണ്ട ഓഫീസർ അല്ല. അങ്ങനെ ഒരു ADGP പഠിപ്പിച്ചു കൊടുക്കുന്നു എന്ന് പറയുമ്പോൾ അതിലൊരു അസ്വാഭാവികതയുണ്ട്. തീർച്ചയായിട്ടും ശ്രീ രാജേഷ്. ശ്രീ A. റഹീം, നമ്മൾ ഇതുമായി ബന്ധപ്പെട്ട് ഒരാഴ്ച മുൻപ് നടത്തിയ ചർച്ചയിൽ തന്നെ ഉന്നയിച്ച വാദമാണ് ഇത് വസ്തുതയാണ്. വൈറ്റിലയിൽ റയാൻ സ്റ്റുഡിയോയിൽ വന്ന് നാദിർ ഷാ ഇക്കാര്യത്തിൽ എന്തൊക്കെയായിരിക്കും ചോദ്യങ്ങൾ എന്നതിന്റെ ഒരു ട്രെയിനിങ് ക്ലാസ് അറ്റൻഡ് ചെയ്തു എന്ന് വെളിപ്പെടുത്തിയത് ആ സമയത്ത് DGP ആയിരുന്ന വ്യക്തി തന്നെയാണ്. അക്കാര്യത്തിലൊന്നും ആർക്കും ഒരു തർക്കവുമില്ല. അതുകൊണ്ട് തന്നെ ആരോപണങ്ങൾ ഒരു വീഴ്ചയുമില്ല, ഞങ്ങളുടെ പോലീസ് അങ്ങ് ചെയ്തുകൊണ്ടിരിക്കുകയാണെന്ന മട്ടിൽ പോയാൽ ആരോപണങ്ങൾ കേൾക്കേണ്ടി വരും. അത് പറഞ്ഞതാരാ? മുൻ DGP ആയിരുന്ന ശ്രീ TP സെൻകുമാർ. ശ്രീ TP സെൻകുമാർ എന്തെല്ലാം പറഞ്ഞു ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ? എന്തെല്ലാം പറഞ്ഞു?
എന്തെല്ലാം പറഞ്ഞു. അപ്പോൾ അതവിടെ നിൽക്കട്ടെ, നിങ്ങൾ അതിലൊന്നും കാര്യമില്ല. ഈ പറഞ്ഞ വാദമുഖങ്ങളെല്ലാം ബാലിശമല്ലേ, നിരർത്ഥകമല്ലേ? ഇപ്പോൾ സെൻട്രൽ ജയിൽ അവിടുത്തെ ആലുവ സബ് ജയിലിൽ തറയിൽ കിടക്കുകയാണ് ആര്? ടോമിൻ തച്ചങ്കരി നാദർ ഷായ്ക്ക് ഉത്തരം പഠിപ്പിച്ചു കൊടുത്തില്ല എന്ന് റഹീമിന് പറയാമോ? റഹീമിന് ടോമിൻ തച്ചങ്കരി നാദർ ഷായെ ഉത്തരം പഠിപ്പിച്ചില്ല എന്ന് റഹീമിന് പറയാമോ? വ്യക്തമായി പ്രസക്തിയില്ല. അങ്ങനെ എന്തെങ്കിലും ശ്രീ അല്ല, ഇവിടെ വി രാജേഷേ, ആ തർക്ക വിതർക്കത്തിലേക്ക് നിങ്ങൾ കൊണ്ടുപോകേണ്ട ഈ ചർച്ചയെ. ഇതൊന്നുമല്ല ഉദ്ദേശിച്ചിരിക്കുന്നത്. ഇവിടുത്തെ പ്രശ്നം എന്താ? ഈ നടി ആക്രമിക്കപ്പെട്ടു, ഗൂഢാലോചന കേസ്. ആ ഗൂഢാലോചന കേസിൽ നിങ്ങൾക്ക് എന്തെങ്കിലും എതിരഭിപ്രായമുണ്ടോ? നിങ്ങളുടെ അഭിപ്രായം ഇതൊക്കെയാണല്ലോ പറയുന്നത്. ഇതിനെ എല്ലാ വിഭാഗത്തിൽപ്പെട്ടവരും, ഇപ്പോൾ ഉർവശി ഇവിടെ വന്ന് ചർച്ചയിൽ പങ്കെടുത്തിട്ട് പോയി. ഇതൊരു പുതിയ മെസ്സേജാണ്. ഞാനൊരു കാര്യം ചോദിക്കട്ടെ. സിനിമാ രംഗം, ഇപ്പോൾ ഫിലിം ഇൻഡസ്ട്രി എന്നാണ് അറിയപ്പെടുന്നത്, ഈ ഇന്ത്യയിലാകെ ഈ രംഗത്ത് ഒരുപാട് മാഫിയാവൽക്കരണം നിൽക്കുന്നുണ്ട്. ഞാൻ ചോദിക്കട്ടെ ശ്രീ പന്തളം സുധാകരനോട്, കൊച്ചി കേന്ദ്രീകരിച്ച് സിനിമാ രംഗത്ത് നിലനിൽക്കുന്ന മയക്കുമരുന്ന് മാഫിയ കഴിഞ്ഞ ഗവൺമെന്റ് കാലത്താണല്ലോ പുറത്തു വന്നത്. അതിന്റെ അന്വേഷണം എവിടെ എത്തി? അതിന്റെ പ്രതികൾ ജയിലിലാണോ? കുറ്റപത്രം കൊടുത്തോ? എന്തായി? അപ്പം ഇന്ത്യയിൽ വേറെ എവിടെയെങ്കിലും ഒരിടത്ത് BJP ഭരിക്കുന്ന സംസ്ഥാനത്ത് പറയാം, ഈ ഇത്തരത്തിലുള്ള മാഫിയാവൽക്കരണത്തിനെതിരെ, സമൂഹത്തിലെ ഒരു ഉപരിവർഗം കാണിക്കുന്ന ക്രിമിനൽ വൽക്കരണത്തിനെതിരെ ശക്തമായ നടപടികളോ നിലപാടുകളോ ഇല്ല. അങ്ങനെയൊരു കീഴ്വഴക്കം ഈ രാജ്യത്തില്ല, കേരളത്തിലില്ല. ആ കീഴ്വഴക്കമാണ് പിണറായി സർക്കാർ ആരംഭിച്ചത്. പഴയതുപോലല്ല. പണമുണ്ടെങ്കിൽ, കുറച്ച് അധികാരമുണ്ടെങ്കിൽ എന്തും ചെയ്യാം, ആരെയും പീഡിപ്പിക്കാം, ആരെയും ബ്ലാക്ക്മെയിൽ ചെയ്യാം, എന്തും ചെയ്യാം, ഏതു നിയമത്തെയും ചോദ്യം ചെയ്യാം. അതിനി നടക്കില്ല എന്ന സന്ദേശം ഒരു സർക്കാർ കൊടുക്കുമ്പോൾ അത് സർവാത്മന സ്വാഗതം ചെയ്യണം. രണ്ട് കാര്യങ്ങൾ കൂടി ഞാൻ പറഞ്ഞ് അവസാനിപ്പിക്കാം. ഒന്ന്, ഇവർ ചോദിക്കുന്നു മുകേഷിലേക്ക് ചുരുങ്ങുകയാണ്. ഞാൻ ചോദിക്കട്ടെ, ഇതിലെ യഥാർത്ഥ പ്രതിയാരാ? ദിലീപ്. ആ ദിലീപിന്റെ രാഷ്ട്രീയം എന്താ? ശ്രീ പന്തളം സുധാകരൻ അത് പറയുന്നില്ലല്ലോ. രണ്ട്, ആ ദിലീപിനെ ന്യായീകരിച്ചു എന്നതാണ് ശ്രീ മുകേഷിന്റെ മേലുള്ള കുറ്റം. അദ്ദേഹം വാർത്താ സമ്മേളനത്തിൽ തന്റെ സഹപ്രവർത്തകനെ ന്യായീകരിക്കേണ്ടി വന്നതിന് ഇന്ന് വൈകുന്നേരം മാധ്യമങ്ങളുടെ മുമ്പിൽ തന്നെ കുറ്റസമ്മതവും നടത്തി. അദ്ദേഹം അത് തിരിച്ചു പറയുകയും ചെയ്തു. പക്ഷേ ഈ ഇടവേളയിൽ, അതായത് ദിലീപ് സംശയത്തിന്റെ നിഴലിൽ നിൽക്കുന്ന ഈ ഇടവേളയിൽ അദ്ദേഹത്തെ ന്യായീകരിച്ച് അഭിപ്രായം പറഞ്ഞ സിനിമാ താരമല്ലാത്ത ഒരു ജനപ്രതിനിധി മാത്രമേ ഉള്ളൂ. അത് ആലുവ MLA ശ്രീ അൻവർ സാദത്താണ്. പറയട്ടെ, ആ അൻവർ സാദത്തിനോട് MLA സ്ഥാനം രാജിവെക്കാൻ KPCC ആവശ്യപ്പെടുമോ? അദ്ദേഹം പറഞ്ഞത് വെറുതെയല്ല. അൻവർ സാദത്തുമായി ബന്ധപ്പെട്ട് ഇപ്പൊ മുകേഷിന്റെ കാര്യങ്ങളെല്ലാം അന്വേഷിക്കണമെന്ന് പറഞ്ഞല്ലോ. എന്തേ അൻവർ സാദത്തിനെ കുറിച്ച് അന്വേഷിക്കണമെന്ന് BJP അഭിപ്രായപ്പെടുന്നില്ല? പന്തളം സുധാകരൻ അഭിപ്രായപ്പെടുന്നില്ല? അൻവർ സാദത്തും ഇവരുമായി ചേർന്ന്, ഈ നടനുമായി ചേർന്നുള്ള ഒരുപാട് കഥകൾ ഇവിടെ പ്രചരിക്കുന്നുണ്ടല്ലോ. ആ കഥകളെ കുറിച്ച് എന്തേ ഇവർ മൗനം ദീക്ഷിക്കുന്നു? പിന്നെ പരസ്യമായി അദ്ദേഹം പറഞ്ഞു, എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടയാളാണ് ദിലീപ് ഈ കുറ്റം ചെയ്തതായി ഞാൻ കരുതുന്നില്ല. അതേപോലൊരു കാര്യമാണ് സഹപ്രവർത്തകനായ ശ്രീ മുകേഷ് പറഞ്ഞത്. അപ്പൊ മുകേഷിന്റെ വീട്ടിലേക്ക് ബിന്ദു കൃഷ്ണയുടെ നേതൃത്വത്തിൽ പ്രകടനം, അദ്ദേഹത്തിന്റെ രാജി ആവശ്യപ്പെടുന്നു പന്തളം സുധാകരൻ. ഞാൻ ചോദിക്കുന്നു, ശരി, അൻവർ സാദത്തിനെതിരെയും ആലുവയിൽ നല്ല പ്രകടനം നടക്കുന്നുണ്ട്, DYFI-കാരുടെയും BJP-കാരുടെയും ഒക്കെ വകയായിട്ട്. ശ്രീ പന്തളം സുധാകരൻ, പോലീസ് അന്വേഷിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കേസിൽ അങ്ങനെ രാഷ്ട്രീയം കാണേണ്ടതുണ്ട്. ഇപ്പോൾ മുകേഷ് എന്നുള്ളത് ഒരു പ്രൈം ടാർഗറ്റായി വരുന്നത് അദ്ദേഹം കഴിഞ്ഞ വാർത്താ സമ്മേളനത്തിൽ ന്യായീകരിച്ച് സംസാരിച്ചു ദിലീപിനെ എന്നുള്ളത് കൊണ്ടാണ്. മുകേഷും ഇന്നസെന്റും ഗണേഷ് കുമാറും ന്യായീകരിച്ചിട്ടുണ്ട്. അവർ രൂക്ഷമായ വിമർശനം അർഹിക്കുന്നവരാണ്, അവർക്ക് ആ വിമർശനം കിട്ടുകയും ചെയ്തു. യാതൊരു ദയയുമില്ലാതെ വിമർശിക്കപ്പെടേണ്ടവരാണ് എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. പക്ഷേ ആ സംഭവമൊക്കെ കഴിഞ്ഞ് ഗൂഢാലോചനക്കാരൻ അറസ്റ്റിലായി കഴിഞ്ഞിട്ടും പിന്നെയും മുകേഷ് ഗണേഷ് എന്നുള്ള രീതിയിൽ നീങ്ങുന്നത് രാഷ്ട്രീയ താല്പര്യമുള്ളത് കൊണ്ടല്ലേ? അങ്ങനെയൊക്കെ രാഷ്ട്രീയ താല്പര്യം കാണിക്കേണ്ട ഒരു കേസാണോ ഇത്? ശ്രീ അഭിലാഷേ, ഇതിലൊരു യാതൊരു രാഷ്ട്രീയ താല്പര്യവും ഇല്ല. ഇന്നലെയും ഇന്നുമായി പ്രതിപക്ഷ നേതാവ് ശ്രീ രമേശ് ചെന്നിത്തല തന്നെ കണ്ണൂരിൽ മാധ്യമങ്ങളോട് പറഞ്ഞപ്പോൾ അത് കേരള പോലീസിനെ അഭിനന്ദിക്കാനുണ്ടായത് ഒരു സംശയം വേണ്ട. പിന്നെ രണ്ടാമത്തെ കാര്യം, ഇവിടെ ശ്രീ റഹീം
അൻവർ സാദത്തിനെ കുറിച്ച് പറഞ്ഞു. അദ്ദേഹം കോൺഗ്രസിന്റെ MLA ആണ്. ആ MLA ആകുന്നതിന് മുമ്പ്, പൊതുപ്രവർത്തകരാകുന്നതിന് മുമ്പ് ഒരു നാട്ടുകാർ എന്നുള്ള നിലയിൽ ദിലീപുമായി അവർ സുഹൃത്ത് ബന്ധമുള്ളവരാണ്. ഒരു നാട്ടുകാരും വളരെ അടുത്ത സുഹൃത്ത് ബന്ധമുള്ളവരാണ്. പക്ഷേ അദ്ദേഹത്തിന്റെ MLA പദവി ഉപയോഗിച്ചുകൊണ്ട് ഏതെങ്കിലും തരത്തിൽ ദിലീപിനെ രക്ഷിക്കാനൊരു നടപടി അദ്ദേഹം നീക്കം നടത്തിയിട്ടുണ്ടോ? മാത്രമല്ല പ്രതിപക്ഷ MLA ആണല്ലോ. ഉണ്ടെങ്കിൽ തീർച്ചയായും പോലീസ്, ആഭ്യന്തരമന്ത്രി അൻവർ സാദത്തിന്റെ പേരിൽ അന്വേഷണം നടത്തട്ടെ. ഞങ്ങൾ ആരും എതിരല്ല. പക്ഷേ ഇതിൽ രാഷ്ട്രീയം കണ്ടുകൊണ്ട് പിന്നെ മുകേഷിനെ കുറിച്ച് ടാർഗറ്റ് ചെയ്തതിനെ കുറിച്ച് ചോദിച്ചില്ല. മുകേഷിനെ കുറിച്ച് ടാർഗറ്റ് ചെയ്ത് മുകേഷ് ഡയറക്റ്റായി മാധ്യമങ്ങളോട് ആക്രോശിച്ചത് മാത്രമല്ല, ഈ പൾസർ സുനി എന്ന് പറയുന്ന കൊടും കുറ്റവാളി ഈ മുകേഷിനോടൊപ്പം 1.5 വർഷം ഉണ്ടായിരുന്നുവെന്ന് മാധ്യമങ്ങളിലൂടെ മുകേഷാണ് പറഞ്ഞത്. അല്ലെ കോൺഗ്രസ്സുകാരോ BJPക്കാരോ CPMകാരോ അല്ല. അപ്പൊ അതുകൊണ്ട് ഇതിലായിട്ട് നേരിട്ട് ഇതുമായി ബന്ധമുള്ള ആള് തന്നെയാണ് മുകേഷ് എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. അത് അന്വേഷിക്കട്ടെ. പിന്നെ ദിലീപിനെ എന്തുകൊണ്ട് അറസ്റ്റ് ചെയ്തില്ല, ദിലീപിനെ എന്തുകൊണ്ട് കയ്യാമ വെച്ചില്ല എന്ന് അൻവർ സാദത്തോ അല്ലെങ്കിൽ ആരെങ്കിലും ഞങ്ങൾ ആരും ചോദിച്ചില്ല. കാരണം ഞാൻ ഇത് അറസ്റ്റ് ചെയ്തതിന് 2 ദിവസം മുമ്പ് ഒരു ചാനലിൽ ഞാൻ പറഞ്ഞത് കള്ളൻ എന്ന് പറയുമ്പോൾ എന്തിനാണ് ദിലീപ് തലയിൽ കൈവെക്കുന്നതെന്നാണ് ഞങ്ങൾ ചോദിച്ചത്. ഞങ്ങൾക്കൊക്കെ ഇഷ്ടമുള്ള എല്ലാ സിനിമാ ആസ്വാദകരും ഏറ്റവും ഇഷ്ടപ്പെടുന്ന കുടുംബ സദസ്യരുടെ പ്രിയ നടനാണ് ദിലീപ് എന്ന കാര്യത്തിൽ ഞാൻ സംശയമില്ല. അങ്ങനെയുള്ള ദിലീപിനെ നമ്മളാരും സംശയിക്കുന്നില്ല. ഇപ്പോഴും നമ്മൾ അറസ്റ്റ് ചെയ്യുന്നവരെ ഞങ്ങളൊക്കെ മനസ്സിൽ വിചാരിച്ചത് ഒരിക്കലും ദിലീപ് ഈ ശുദ്ധ അസംബന്ധം തെമ്മാടത്തിന് കാണിച്ച വ്യക്തി ആകരുത് എന്നാണ് ആഗ്രഹിച്ചത്. പക്ഷേ യാഥാർത്ഥ്യം പുറത്തു വന്നിരിക്കുക. അതിൽ രാഷ്ട്രീയം കാണരുത്. അതിന് പകരമായിട്ട് ഈ ഒരു കുറ്റവാളിയും പിന്നെ വേറെ ശ്രീ റഹീം പറഞ്ഞല്ലോ, കൊച്ചി കേന്ദ്രമാക്കി മയക്കുമരുന്ന് മാഫിയ പ്രവർത്തിക്കുന്നുണ്ടെന്ന്. അന്ന് കേസെടുത്തു. അന്ന് ഒരു യുവ സിനിമാ നടനെ ജയിലിലാക്കിയത് കാര്യമൊക്കെ എല്ലാവർക്കും അറിയാമല്ലോ. പക്ഷെ അത് തുടർന്ന് വരുന്ന നടപടികൾ സ്വീകരിക്കുന്നത് ഇപ്പോഴത്തെ ഗവൺമെന്റ് ആണ്. അതുകൊണ്ട് ആ നടൻ ഇപ്പോഴും അഭിനയിക്കുന്നുണ്ട്. ആ കേസ് ഒരു കോൺവിക്ഷനിലേക്കൊന്നും പോയില്ല. അറിയില്ല ആ കേസ് നടക്കുന്നുണ്ടാവും. ഞാൻ അതിന്റെ വിശദാംശങ്ങൾ അന്വേഷിച്ചിട്ടില്ല. ശ്രീ VV രാജേഷ്, ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ ADGP ഇക്കാര്യത്തിൽ ഇടപെട്ടത് താങ്കൾ വിമർശനാത്മകമായി ചൂണ്ടിക്കാണിച്ചല്ലോ. ശരിയാണ്. പക്ഷേ ഈ അന്വേഷണത്തെക്കുറിച്ച് എത്ര മുൻവിധിയോടുകൂടിയുള്ള സമീപനമായിരുന്നു താങ്കൾ ഉദ്ധരിക്കുന്ന മുൻ DGP കാണിച്ചത്? ഈ കേസ് തുലഞ്ഞു പോകും. ദിലീപിനെതിരെ ഒരു തെളിവുമില്ല. ദിലീപിനെതിരെ ഇക്കാര്യത്തിൽ അറസ്റ്റിലേക്ക് നയിക്കുന്ന ഒരു തെളിവുമില്ല. ദിലീപിനെ 13 മണിക്കൂർ ചോദ്യം ചെയ്യണം എന്നുള്ളത് എന്ത് താല്പര്യപ്രകാരമായിരുന്നു? ദിലീപിനെ അന്നേരം 11 മണിക്കൂർ ചോദ്യം ചെയ്യാമായിരുന്നുവെങ്കിൽ സന്ധ്യയെ എത്ര മണിക്കൂർ ചോദ്യം ചെയ്യണമായിരുന്നു എന്ന ചോദ്യമൊക്കെ ചോദിച്ചത് നിങ്ങളുടെ പുതിയ ബന്ധുവായി വരുമെന്ന് കരുതുന്ന പഴയ DGP ആണ്. അപ്പോൾ പല അർത്ഥത്തിൽ പല ആളുകൾ മുൻവിധികളോ സമീപനങ്ങളോ ഒക്കെ സ്വീകരിച്ചിട്ടുണ്ടാകും. കേസ് നേരിട്ട് അന്വേഷിക്കുന്ന അന്വേഷണ സംഘം അതിലൊന്നും വീഴാതെ കൃത്യമായി അവരുടെ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോയെന്ന് നമ്മൾ കരുതിയാൽ പോരെ? അല്ല, ഈ സെൻകുമാർ, മുൻ DGP സെൻകുമാർ പറഞ്ഞ കാര്യങ്ങളിലാണെങ്കിൽ അത് അദ്ദേഹത്തോട് തന്നെ ചോദിക്കണം. അദ്ദേഹത്തിന്റെ കയ്യിൽ അപ്പോൾ ഉണ്ടായിരുന്ന വിവരങ്ങൾ വെച്ചായിരിക്കും അദ്ദേഹം വിവരങ്ങൾ പറഞ്ഞത്. ഞങ്ങളുടെ നിലപാടുമായി ചേരുന്ന കാര്യങ്ങൾ, അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ മാത്രമാണ് അതിനെ ഞങ്ങൾ പ്രയോജനപ്പെടുത്തുന്നത്. അല്ലാതെ DGP സെൻകുമാർ പറഞ്ഞ എല്ലാ കാര്യങ്ങളിലും വിശദീകരണം നൽകുവാനോ തെളിവ് നൽകുവാനോ ഞാനാണല്ലോ, എൻ്റെ കയ്യിൽ ഒരു തെളിവുമില്ല. അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾക്ക് അദ്ദേഹത്തിന് ഉപോത്ബലകമായിട്ട് തെളിവുകൾ അദ്ദേഹത്തിന്റെ കയ്യിൽ കാണും. ഇവിടെ റഹീം അൻവർ സാദത്തിന്റെ കാര്യങ്ങൾ പറഞ്ഞല്ലോ. ഇന്ന് ഈ കേസിൽ അൻവർ സാദത്ത് അനധികൃതമായി അനാവശ്യമായി ഇടപെട്ടു എന്നുള്ളൊരു ആരോപണം ആദ്യം ഉന്നയിച്ചത് ആലുവ പ്രദേശത്തെ BJP പ്രവർത്തകരാണ്. ഞാൻ ഇങ്ങോട്ട് ഈ ചർച്ചയ്ക്ക് വന്നപ്പോഴും അവിടുത്തെ നിയോജകമണ്ഡലം പ്രസിഡന്റുമായിട്ട് ഞാൻ സംസാരിച്ചിട്ടാണ് വന്നത്. അവിടെ ശക്തമായിട്ടുള്ള പ്രതിഷേധ പരിപാടികളുമായിട്ട് BJPയും യുവമോർച്ചയും മുന്നോട്ട് പോകുന്നത്. അതിൽപ്പെട്ടിട്ടാണ് ഇന്ന് MM ഹസൻ ഉൾപ്പെടെയുള്ളവർക്ക് സ്ലൈറ്റ് ആയിട്ടാണെങ്കിലും അവരുടെ നിലപാട് വ്യക്തമാക്കേണ്ടി വന്നിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ മുകേഷിന്റെ കാര്യം സ്ട്രെസ് ചെയ്ത് ഇവിടെ പറഞ്ഞത്, ഈ ആക്രമണോത്സുകതയോടെ മാധ്യമങ്ങളെ ഉൾപ്പെടെ നേരിടാൻ വേണ്ടി മുന്നിൽ നിന്നത് മുകേഷാണ്. പൾസർ സുനി മുകേഷിന്റെ ഡ്രൈവറായിരുന്ന സമയത്താണ് ഇതിൽ കൊട്ടേഷൻ കൊടുത്തത്. ഇപ്പോൾ ഞാനൊരു ചിത്രം ഫേസ്ബുക്കിൽ കാണുന്നത് മുകേഷിന്റെ അമ്മയുമായിട്ടുൾപ്പെടെ ഏറ്റവും അടുത്ത വ്യക്തിബന്ധം പുലർത്തുന്ന ആൾക്കാരിൽ ഒരാളാണ് പൾസർ സുനി എന്ന് തോന്നിപ്പിക്കുന്ന ചിത്രങ്ങൾ ഞാനും കണ്ടു. ഒരു കൊല്ലം മുകേഷിന്റെ ഡ്രൈവറായി ജോലി ചെയ്തിരുന്ന ആളല്ലേ. അപ്പോൾ മുകേഷിന്റെ അമ്മയുടെ കൂടെ നിന്നൊരു ഫോട്ടോ എടുക്കുക എന്നുള്ളതൊരു അത്ഭുതകരമായ കാര്യമല്ല. അതുകൊണ്ട് നമ്മൾ മുകേഷിന്റെ അമ്മ ഏതെങ്കിലും തരത്തിൽ പൾസർ സുനിയുടെ അടുപ്പക്കാരനാണെന്ന് കരുതേണ്ടതില്ലല്ലോ. എനിക്ക് പക്ഷേ റഹീമിനോട് ചോദ്യമുണ്ട്. ശ്രീ റഹീം, എന്തുകൊണ്ടാണ് മുകേഷിനെ ചോദ്യം ചെയ്യേണ്ടി വരുന്നത് അല്ലെങ്കിൽ ചോദ്യം ചെയ്യണമെന്ന ആവശ്യം ഉയരുന്നത് എന്ന് പറയുമ്പോൾ മാധ്യമങ്ങളോട് ക്ഷുഭിതനായി എന്നുള്ള അർത്ഥത്തിലല്ല. പൾസർ സുനിക്ക് ഈ കൊട്ടേഷൻ ആദ്യം കിട്ടുന്നത് 2013 മഴവിൽ അഴകിൽ അമ്മ എന്ന് പറയുന്ന താരനിശ ഇവിടെ എറണാകുളത്ത് നടക്കുന്ന സമയത്ത് അതിന്റെ റിഹേഴ്സൽ ഇവിടെ
അബാദ് ഹോട്ടലിൽ നടക്കുന്ന സമയത്ത്. ആ സമയത്ത് പൾസർ സുനി ആ റിഹേഴ്സലിൽ അവിടെ വന്നിട്ടുണ്ട്. ഇവിടെ ദിലീപിൻ്റെ റൂമിലിരുന്ന് സംസാരിച്ചിട്ടുണ്ട്. അവിടെ വെച്ചാണ് ആദ്യമായി ദിലീപ് ആ കൊട്ടേഷൻ കൊടുക്കുന്നത്. ആ സമയത്ത് ആരുടെ ഡ്രൈവറായിരുന്നു പൾസർ സുനി? ദിലീപിൻ്റെ ഡ്രൈവറായിരുന്നോ? അല്ല. ഏതെങ്കിലും സെറ്റിലെ ഡ്രൈവറായിരുന്നോ? അല്ല. അന്ന് മുകേഷിൻ്റെ കൂടെ ആയിരുന്നില്ലേ അദ്ദേഹം? എത്ര വിദഗ്ധമായിട്ടാണ് ഒരു ഇടതുപക്ഷ വിരുദ്ധ ഉൾപ്പെടെയുള്ളവർ ഇങ്ങനെ പ്രവർത്തിക്കുന്നത്. ഇത് ക്ഷീരമുള്ള ഒരു അകിടിൻ ചുവട്ടിൽ ചോര തന്നെ കൊതുകിൻ്റെ കൗതുകവത്തതുപോലെ ഇങ്ങനെ എന്തിനാ കൊണ്ടുപോകുന്നത്? ഞാൻ ചോദിക്കട്ടെ, ഇത് നിങ്ങൾക്ക് ഉണ്ടോ? നിങ്ങൾക്ക് അങ്ങനെ ഒരു ആരോപണമോ സംശയമോ ഉണ്ടോ? മുകേഷ് ഇല്ല. ശ്രീ എ റഹീം, താങ്കളാണ് തെറ്റിദ്ധരിപ്പിക്കുന്നത്. അല്ല, ഇവിടെ ചോദ്യം ചെയ്യൽ എന്ന ആവശ്യത്തെ കുറിച്ചാണ്. ധർമ്മജൻ ബോൾഗാട്ടിയെ ചോദ്യം ചെയ്തു. എന്തിനാണ് ചോദ്യം ചെയ്തത്? ഈ പൾസർ സുനിയുടെ ഒപ്പം ഇരിക്കുന്ന ഒരു ചിത്രം അവിടെ പ്രചരിച്ചു, പോലീസിന് കിട്ടി. ഇന്ന് പറഞ്ഞതുപോലെ അയാളുടെ പഴയ തൊഴിലിടമായിരുന്നു. മുകേഷ് ഇക്കാര്യത്തിൽ മനസ്സറിവുണ്ടെന്നോ, മുകേഷ് എന്തെങ്കിലും തെറ്റ് ചെയ്തെന്നോ, മുകേഷ് ഇക്കാര്യത്തിലെ ആസൂത്രണത്തിൽ പങ്കുവഹിച്ചെന്നോ ഒന്നും ആരും പറഞ്ഞിട്ടില്ല. അങ്ങനെ വരുത്തണ്ട. പക്ഷേ അയാളുമായി ബന്ധപ്പെട്ടിരുന്ന, അവിടെ തൊഴിൽ ചെയ്തിരുന്ന ഒരാളാണ് പൾസർ സുനി എന്നുള്ള അർത്ഥത്തിൽ എന്തുകൊണ്ടാണ് ചോദ്യം ചെയ്യലിൽ നിന്ന് മുകേഷിനെ മാത്രം ഒഴിച്ചു നിർത്തുന്നത്? ബാക്കി എല്ലാവരെയും വിളിച്ചിട്ടുണ്ടല്ലോ. അങ്ങനെയൊന്നുമില്ല. ധർമ്മജനുമായി ബന്ധപ്പെട്ട് അങ്ങനെയാണെന്ന് നിങ്ങൾക്ക് എങ്ങനെ ഉറപ്പുള്ളത്? എന്തടിസ്ഥാനത്തിലാണെന്ന് ആ ചിത്രത്തിന്റെ അടിസ്ഥാനത്തിൽ അങ്ങനെ നിങ്ങൾക്ക് ഉറപ്പുണ്ടോ? ഇവിടെ ശ്രീ മുകേഷ് മാത്രമല്ല, ഇയാൾ പൾസർ സുനി ആരായിരുന്നു? അയാളുടെ ഫീൽഡ് എന്തായിരുന്നു? അയാളുടെ ഫീൽഡ് സിനിമയായിരുന്നു. സിനിമയിലെ അനുബന്ധ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് നിന്ന ഒരാളാണ്. ആ സിനിമാ ലോകവും അയാൾക്ക് ബന്ധമുണ്ടായിരുന്നു. അതിൻ്റെ എല്ലാം ഭാഗമായി ഇപ്പോൾ ഇവിടെ ശ്രീ വി രാജേഷിനെ പറയാൻ പാടുണ്ടോ? അന്ന് ഒരു സ്ത്രീയുമായി, മുകേഷിന്റെ അമ്മയുമായി ചേർന്ന ഒരു ഫോട്ടോ. ഞാൻ ചോദിച്ചു, ശ്രീ വി രാജേഷ് ഒരു സ്ഥലത്ത് പോകുമ്പോൾ ആരോടെല്ലാം നിന്ന് സെൽഫി എടുക്കും, ഫോട്ടോയ്ക്ക് പോസ് ചെയ്യും? അവരുടെ എല്ലാം ഉത്തരവാദിത്വം ശ്രീ വി രാജേഷ്. ഞാൻ പറഞ്ഞത് തെളിവാണോ? മുകേഷ് അമിത ആവേശം കാണിച്ചതിന് പിന്നിൽ റഹീം അങ്ങനെ വളച്ചൊടിക്കണ്ട. ഞാൻ പറഞ്ഞത് മുകേഷ് പ്രതികളെ രക്ഷപ്പെടുത്താൻ വേണ്ടി അമിത ആവേശം കാണിച്ചതിന്റെ പിന്നിൽ മുകേഷിനെ ചോദ്യം ചെയ്യണമെന്നുള്ള എന്റെ നിലപാടിൽ ഉറച്ചു നിൽക്കുന്നു. അല്ലാതെ മുകേഷിന്റെ വീട്ടിലുള്ള ചിത്രം ഞാൻ ആരെയും വ്യാഖ്യാനിച്ചിട്ടില്ല. ചിത്രത്തിന്റെ അടിസ്ഥാനത്തിൽ ഏതെങ്കിലും തരത്തിൽ അദ്ദേഹത്തെ ഇങ്ങോട്ട് വലിച്ചിഴക്കുന്നതല്ല. പക്ഷെ എല്ലാവരും പച്ചവെള്ളം ചവച്ചു കുടിക്കുന്ന ആളുകളാണല്ലോ. അദ്ദേഹം ഇപ്പോൾ നേരത്തെ പന്തള സുധാകരൻ പറഞ്ഞതുപോലെ സ്പീഡ് കൂടിപ്പോയതിന്റെ പേരിൽ പൾസർ സുനിയെ ഒഴിവാക്കിയ ആളാണ്. അദ്ദേഹത്തിന്റെ വാക്കുകളിൽ ഈ പൾസർ സുനി ഒരു ക്രിമിനൽ ആണെന്ന് സിനിമയിലെ ആളുകൾക്ക് നന്നായി അറിയാം. അത് ഈ സിനിമയിലെ പ്രധാനപ്പെട്ട ആളുകൾ, പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷന്റെ പ്രസിഡന്റ് സുരേഷ് കുമാർ എത്രയോ നാളെ മുൻപ് വെളിപ്പെടുത്തിയതാണ് അദ്ദേഹത്തിന്റെ ഭാര്യയ്ക്ക് നേരിട്ടുള്ള ഒരു ദുര്യോഗം. അന്ന് ജോണി സാഗരികയുടെ ഡ്രൈവറായിരുന്നു അദ്ദേഹം. ജോണി സാഗരികയ്ക്ക് അറിയാമായിരുന്നു ഒരു ക്രിമിനൽ ആണ് എന്നുള്ളത്. അങ്ങനെ ക്രിമിനൽ ആയതുകൊണ്ടാണ് ജോണി സാഗരിക അയാളെ പിരിച്ചുവിട്ടത്. അതിനുശേഷമാണ് അയാൾ മറ്റിടങ്ങളിൽ ജോലിക്ക് കയറിയത്. അതിനുശേഷമാണ് മുകേഷിന്റെ അടുത്ത് ജോലിക്ക് കയറിയത്. അപ്പോൾ സിനിമാ മേഖലയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും അറിയുന്ന ആളുകളാണല്ലോ ഇയാൾ ഒരു ക്രിമിനൽ ആണെന്ന് അറിയാം. അതുകൊണ്ട് ഇപ്പോൾ സ്പീഡ് കൂടിയതുകൊണ്ട് പിരിച്ചുവിടുന്നതായിരിക്കും. പക്ഷേ ഇങ്ങനെയുള്ള ഒരു വലിയ ക്രൈമിലൂടെ നടന്നു കഴിഞ്ഞു ആരെയും ചോദ്യം ചെയ്യാൻ പാടില്ല, ഒരു ചോദ്യവും ആരോടും ചോദിക്കാൻ പാടില്ല എന്ന് പറയുന്നത്. സുരേഷ് കുമാർ പരാതി കൊടുത്തിട്ടുണ്ട്. ശ്രീ റഹീമിനോടാണ് ചോദ്യം. എന്നോടാണോ ചോദ്യം? അഭിലാഷേ, അങ്ങനെ ഇത് ആർക്കാ ഇവിടെ ആരെയും ചോദ്യം ചെയ്ത് ആരെ ചോദ്യം ചെയ്യുമെന്ന് നിങ്ങൾക്ക് എങ്ങനെ അറിയാം? ആരെ ചോദ്യം ചെയ്യൂല നിങ്ങൾക്ക് എങ്ങനെ അറിയാം? ഒരു കാര്യം മനസ്സിലാക്കി. ഇന്ന് എന്താ CM പറഞ്ഞത്? ഈ കേരളത്തിൽ നമ്മൾ ലിസ്റ്റ് ഉണ്ടാക്കി നമ്മൾ കൊടുക്കുന്ന ലിസ്റ്റ് അനുസരിച്ചിട്ടല്ല പോലീസ് പോകുന്നത്. അങ്ങനെയല്ല പോകുന്നത്. ഞാനൊരു കാര്യം, ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഇവിടെ പൾസർ സുനി പിടിയിലായി. പൾസർ സുനി പിടിയിലാകുന്നതിന്റെ മണിക്കൂറുകൾക്ക് മുമ്പ്, നിമിഷങ്ങൾക്ക് മുമ്പ് നിങ്ങളെല്ലാം പറഞ്ഞുകൊണ്ടിരുന്ന അവിടെ പൾസർ സുനി കോയമ്പത്തൂരിൽ നിന്നാണ്. നിങ്ങൾക്ക് എന്തെങ്കിലും കിട്ടിയായിരുന്നോ? ഇപ്പോഴും ഞാൻ ചോദിക്കുന്നു, നിങ്ങളൊരു മാധ്യമപ്രവർത്തകൻ എന്ന നിലയിൽ നിങ്ങൾ പറ, പൂർണ്ണാർത്ഥത്തിൽ നിങ്ങൾക്കറിയാമോ ആരെയെല്ലാം ഇതിൽ ചോദ്യം ചെയ്തിട്ടുണ്ട്, ഇനി ചോദ്യം ചെയ്യാൻ പോകുന്നുണ്ട്, അന്വേഷണം ഏത് ദിശയിലാണ് പോകുന്നതെന്ന്? എനിക്കറിയില്ല. കിട്ടുന്ന അനുമാനങ്ങളുടെ അടിസ്ഥാനത്തിലാണ് പറയുന്നത്. അല്ല, എനിക്കറിയില്ല. അല്ല, മുകേഷിനെ ചോദ്യം ചെയ്യില്ല എന്നോ, ആരെയൊക്കെയാണ് ഇനി ചോദ്യം ചെയ്യാൻ ഇരിക്കുന്നതെന്നോ, ആരെയൊക്കെ ഇതേവരെ ചോദ്യം ചെയ്തു എന്നോ അറിയില്ല. ആലുവ പോലീസ് ക്ലബ്ബിൽ ചോദ്യം ചെയ്ത കുറച്ചധികം, അതായത് മാധ്യമങ്ങൾ അവിടെ അതിന്റെ ഗേറ്റിന്റെ മുൻപിൽ ഉണ്ടായിരുന്ന സമയത്ത് ചോദ്യം ചെയ്ത ആളുകളെ അറിയാം. അതല്ലാതെ ഈ കേസുമായി ബന്ധപ്പെട്ട ആരെയൊക്കെ ചോദ്യം ചെയ്തിട്ടുണ്ടെന്നോ ഇനി ആരെയൊക്കെ ചോദ്യം ചെയ്യുമെന്നോ അറിയില്ല. അതിലെന്താണ് തർക്കം? അല്ല അഭിലാഷേ, ഞാൻ പറയുന്നത് മുകേഷിലേക്ക് എന്തുകൊണ്ട് വരുന്നു? മുകേഷിലേക്ക് വരുന്നത് ഇദ്ദേഹം ന്യായീകരിച്ചു എന്ന് പറയുന്നത് കൊണ്ടാണ്. ഞാൻ ചോദിക്കട്ടെ, അതിന്റെ രാഷ്ട്രീയം എന്താ? ഇപ്പൊ വേറെ ഒന്നും പറയാനില്ല. അപ്പോഴാണ് മുകേഷ്, ഞാൻ ചോദിക്കുന്നത്, BJPയും ഇവരെല്ലാവരും ദിലീപിന്റെ വീട്ടിലോട്ട് എന്താ മാർച്ച് എടുത്തത്? എന്താ ദിലീപിന്റെ വീട്ടിൽ പോകാത്തെ? ഇപ്പൊ ദിലീപിന്റെ വീട്ടിലോട്ട് കോൺഗ്രസ് ബന്ധമുള്ള ദിലീപിന്റെ വീട്ടിലോട്ട് മാർച്ചില്ല. മാർച്ച് പോകുന്ന എങ്ങോട്ടാ? CPM-ന്റെ MLA. ഞാൻ ചോദിക്കട്ടെ,
അദ്ദേഹത്തിന് ഭരണത്തിൽ എന്തെങ്കിലും സ്വാധീനമുണ്ടായിരുന്നുവെങ്കിൽ അദ്ദേഹത്തിന്റെ സുഹൃത്തിനെ, സഹപ്രവർത്തകനെ സംരക്ഷിക്കാൻ അദ്ദേഹം നീക്കം നടത്തുകയോ അതിൽ വിജയിക്കുകയോ ചെയ്തിട്ടുണ്ടോ? എന്തെങ്കിലും ഉണ്ടോ? ഒരു ബന്ധമില്ല. വെറുതെ CPM കാരനാണ്. അപ്പൊ വേറെ ഒന്നും പറയാനില്ല. അപ്പൊ ഇതിന്റെ ഒരു ഗുഡ് സ്പിരിറ്റ്, ഇതിന്റെ ഒരു മെരിറ്റ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കും സർക്കാരിനും ലഭിച്ചുകൊണ്ടിരിക്കുന്ന സന്ദർഭത്തിൽ പോലീസിന് ജയ് വിളിക്കുന്നു ആളുകൾ, ഗവൺമെന്റിന് ജയ് വിളിക്കുന്നു പൊതുസമൂഹം. അതാണ് താങ്കളുടെ വാദം. എനിക്ക് ഇനിയും ചർച്ച നീട്ടാനുള്ള സമയമില്ല. വളരെ നന്ദി ശ്രീ എ റഹീം, ശ്രീ വി രാജേഷ്, ശ്രീ പന്തളം സുധാകരൻ, ശ്രീമതി ഉർവശി, ശ്രീ MA നിഷാദ് ചർച്ചയിൽ പങ്കെടുത്തതിന്. ഇറച്ചിക്കോഴി കച്ചവടക്കാർ നടത്തി വന്നിരുന്ന സമരം അവസാനിപ്പിച്ചു. കോഴിക്കോട് ധനമന്ത്രി തോമസ് ഐസക്കുമായി നടത്തിയ കൂടിക്കാഴ്ചയെ തുടർന്നാണ് സമരം അവസാനിപ്പിക്കാൻ വ്യാപാരികൾ തീരുമാനിച്ചത്. ഇറച്ചിക്കോഴി കിലോയ്ക്ക് 87 രൂപ നിരക്കിൽ വിൽപ്പന നടത്താമെന്ന് വ്യാപാരികൾ സമ്മതിച്ചു. എഡിറ്റേഴ്സ് അവർ പൂർണ്ണമാവുന്നു. നമസ്കാരം.